നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. പ്രതിപക്ഷത്തിരുന്നപ്പോൾ പോലീസ് രാജിനെതിരെ അലറിയ വി.ഡി. സതീശൻ അധികാരത്തിലെത്തിയപ്പോൾ അതേ പോലീസിലെ വിവാദ നായകന് മുന്നിൽ എന്തിനാണ് മുട്ടുവിറയ്ക്കുന്നത്? എം.ആർ. അജിത് കുമാർ ഇന്നലെ വരെ കോൺഗ്രസിന്റെ ഭാഷയിൽ പിണറായിയുടെ പോലീസ് അവതാരം. യൂത്ത് കോൺഗ്രസുകാരെ തല്ലിച്ചതച്ച് പിണറായി വിജയന്റെ അംഗരക്ഷകരെ രക്ഷിക്കാൻ റിപ്പോർട്ടിൽ കളിച്ചെന്ന് മൊഴി. വിക്രിയകളുടെ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് മുന്നിൽ. എന്നിട്ടെന്തായി? അജിത് കുമാറിന് പോകലില്ല. പകരം DGP കസേരയുടെ വാതിൽ തുറക്കുന്നു. പ്രത്യേക അന്വേഷണ സംഘം റിപ്പോർട്ട് DGPക്ക് നൽകി. ആഭ്യന്തരമന്ത്രിക്ക് റിപ്പോർട്ട് കിട്ടിയില്ലത്രേ. റിപ്പോർട്ട് എവിടെയെന്നറിയില്ല, നടപടി എപ്പോഴെന്നറിയില്ല. പക്ഷേ അജിത് കുമാറിന്റെ കരിയർ മാത്രം സുരക്ഷിതം. ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പുതിയ ന്യായം: ധൃതി പാടില്ല, നടപടിക്രമം പാലിക്കണം, നടപടി എടുക്കുമ്പോൾ അറിയിക്കാം. വെല്ലുവിളിക്കുന്നത് മാധ്യമങ്ങളെയാണെങ്കിലും ചെന്നുകൊള്ളുന്നത് തല്ലുകൊണ്ട പാവം പാർട്ടി അണികൾക്ക്. മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഈ നടപടിക്രമം അറിയില്ലായിരുന്നു. അന്ന് തെരുവിൽ യൂത്ത് കോൺഗ്രസുകാരന്റെ ചോര വീണപ്പോൾ ചോദിച്ച ചോദ്യങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുമ്പോൾ വിഴുങ്ങിയോ? പിണറായിയുടെ പോലീസിനെ ശുദ്ധീകരിക്കുമെന്ന് പറഞ്ഞവർ അതേ പോലീസിന് സംരക്ഷണ കവചം തീർക്കുന്നു. അജിത് കുമാറിനെ തൊടാൻ സതീശന് പേടിയാണോ? അതോ തൊടരുതെന്ന് ആരുടെയെങ്കിലും നിർദ്ദേശമുണ്ടോ? മുഖ്യമന്ത്രി മാറി, കസേര മാറി, പക്ഷേ പോലീസ് രാജിന്റെ കാവൽക്കാരൻ മാത്രം മാറിയില്ല. പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നു: ഭരണം മാറിയില്ലേ? ADGP എം.ആർ. അജിത് കുമാറിനെതിരെ നടപടി ഉടൻ ഉണ്ടാകില്ല. റിപ്പോർട്ട് ഇതുവരെ ആഭ്യന്തരമന്ത്രിക്ക് കിട്ടിയിട്ടില്ല. ആലപ്പുഴ പോലീസ് മർദ്ദനത്തിലാണ് നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്ന മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വിശദീകരണം വന്നത്. ADGP ആയിരുന്ന എം.ആർ. അജിത് കുമാർ അന്ന് കേസ് ഡയറിയിൽ പോലും തിരുത്തൽ വരുത്തി എന്നതാണ് ഗുരുതരമായ ആരോപണം വന്നിരുന്നത്. ഇതിനെ സാധൂകരിക്കുന്ന രീതിയിലുള്ള മൊഴികളും പ്രത്യേക അന്വേഷണ സംഘത്തിന് കിട്ടിയതാണ്. പിണറായി സർക്കാരിന്റെ കാലത്ത് പിണറായി വിജയന്റെ അംഗരക്ഷകരുടെ ക്രൂരമർദ്ദനത്തിനിരയായ യൂത്ത് കോൺഗ്രസുകാരോട് ചെയ്യുന്ന ചതിയല്ലേ ഇപ്പോൾ ADGP എം.ആർ. അജിത് കുമാറിന് ഈ സർക്കാരും നൽകുന്ന സംരക്ഷണം എന്ന പ്രധാനപ്പെട്ട ചോദ്യം ഉയരുകയാണ്. കഴിഞ്ഞ ദിവസവും യൂത്ത് കോൺഗ്രസുകാർ പറഞ്ഞിരുന്നു, അടികൊണ്ട AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും പറഞ്ഞിരുന്നു, നടപടി ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു ഈ സർക്കാരിൽ നിന്ന്. അതോടൊപ്പം തന്നെ പോലീസിലെ ക്രിമിനലാണ് എം.ആർ. അജിത് കുമാർ എന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഇന്ന് മുഖ്യമന്ത്രിയുടെ ന്യായവാദം ഇങ്ങനെയായിരുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. ആഭ്യന്തരമന്ത്രി വളരെ ഭംഗിയായിട്ട് അത് വിശദീകരിച്ചു. നടപടിക്രമങ്ങൾ നിങ്ങളല്ല നടപടിയെടുക്കേണ്ടത്, മാധ്യമങ്ങളല്ല നടപടിയെടുക്കേണ്ടത്, ഗവൺമെന്റാണ്. ഗവൺമെന്റ് അതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്ത് ഞങ്ങൾ ചെയ്യുള്ളൂ. മനസ്സിലായില്ലേ? അത് നടപടി എടുക്കുമ്പോൾ നിങ്ങളെ അറിയിക്കും. അത് അപ്പ അറിഞ്ഞാൽ മതി നിങ്ങൾ എന്താ ചെയ്യാൻ പോണേന്ന്. നിങ്ങൾ അപ്പ അറിഞ്ഞാൽ മതി, ഞങ്ങൾ പറയും. നിങ്ങൾ അപ്പ അറിഞ്ഞാൽ മതി എന്താണ് ഇതിന്റെ നടപടിക്രമമെന്നും ഞങ്ങൾ എന്താ ചെയ്യാൻ പോണേന്നും തീരുമാനം എടുത്തിട്ട് നിങ്ങളെ അറിയിക്കും. അപ്പൊ നിങ്ങൾ അറിഞ്ഞാൽ മതി. ജൂൺ 23-ന് DGPക്ക് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് കിട്ടിയതാണ്. പക്ഷേ കഴിഞ്ഞ ദിവസമാണ് DGP കൂടുതൽ വിശദീകരണത്തിന് വേണ്ടി ഈ റിപ്പോർട്ട് പ്രത്യേക അന്വേഷണ സംഘത്തിന് മടക്കി നൽകിയത്. അതായത് കൂടുതൽ അന്വേഷണം വേണമെന്നത് അറിയാൻ സാധിച്ചത് ഈ റിപ്പോർട്ടിൽ ADGP എം.ആർ. അജിത് കുമാറിനെതിരെ പരാമർശമില്ല എന്നതാണ്. അദ്ദേഹത്തിന്റെ ഇടപെടൽ ആലപ്പുഴ പോലീസ് മർദ്ദന കേസ് അട്ടിമറിക്കുന്നതിൽ ഇല്ല എന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് DGPക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എന്ത് നടപടിയാണ് സർക്കാർ എടുക്കാൻ പോകുന്നത്? ധൃതി കാട്ടരുത് എന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു പറയുകയാണ്. നടപടി എടുക്കുമ്പോൾ അറിയിക്കാം എന്നുള്ള ധാർഷ്ട്യമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഈ കാര്യങ്ങൾ മുഖ്യമന്ത്രി വിശദീകരിക്കേണ്ടത് തല്ലുകൊണ്ട് പുറം പൊളിഞ്ഞ ആ യൂത്ത് കോൺഗ്രസുകാരോടും KSUക്കാരോടുമാണ്. എന്താണ് എം.ആർ. അജിത് കുമാറിന് ഈ സർക്കാരും സംരക്ഷണം നൽകാൻ കാരണം? ശ്രീ N. ശ്രീകുമാർ, ശ്രീ ജോർജ് ജോസഫ്, ശ്രീ സിബി സത്യൻ എന്നിവർ ചേരുകയാണ്. ശ്രീ N. ശ്രീകുമാർ, ധാർഷ്ട്യത്തോടുള്ള മറുപടിയാണല്ലോ ഇന്ന് മുഖ്യമന്ത്രിയിൽ നിന്ന് കിട്ടിയത്. പക്ഷേ ഇങ്ങനെ ആയിരുന്നില്ലല്ലോ ഭരണത്തിൽ വന്ന ആ സമയത്ത്. ഞങ്ങളുടെ കുട്ടികളെ തല്ലിയവരെ വെറുതെ വിടില്ല എന്നുള്ളതായിരുന്നുവല്ലോ. പക്ഷേ അന്വേഷണം എവിടെ പോയി? ജൂൺ 23-ന് റിപ്പോർട്ട് DGPക്ക് കിട്ടിയതാണ്. അട്ടത്ത് വെച്ചിരിക്കുകയായിരുന്നു ആ റിപ്പോർട്ട്. ആഭ്യന്തരമന്ത്രി റിപ്പോർട്ട് കണ്ടിട്ടില്ല കേട്ടോ. മഞ്ജുഷേ, മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ചാനൽ മാധ്യമങ്ങളിലൂടെ ADGP അജിത് കുമാറിന് എതിരായിട്ടുള്ള നീക്കങ്ങളെ കുറിച്ച് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഊഹാപോഹങ്ങൾക്കുള്ള മറുപടിയാണ്. അത് ഇതുമായിട്ട് രണ്ടായിട്ട് നമ്മൾ കണക്കുകൂട്ടണം. അതാണ് അതിനുള്ള ധാർഷ്ട്യം എന്ന് നിങ്ങൾ പറഞ്ഞതിനുള്ള മറുപടി. രണ്ടാമത്തെ കാര്യം, ഇത് രണ്ട് കാഴ്ചപ്പാടുണ്ട്.
ഒന്ന്, സംഘടനാ പ്രവർത്തകർ, കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസിന്റെ നേതാക്കളും കാണുന്ന ഒരു കാഴ്ചപ്പാടും ഗവൺമെന്റ് കാണുന്ന ഒരു കാഴ്ചപ്പാടുമുണ്ട് ഈ ADGPക്കെതിരെയുള്ള നടപടിയുടെ കാര്യത്തിൽ. കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിനെ മാറ്റി നിർത്തണം എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്തെ പോലീസിന്റെ, അതായത് ആ ഗവൺമെന്റിനെ ജനങ്ങൾ വെറുത്ത ഒരു ഗവൺമെന്റാണ് 10 വർഷം ഭരിച്ചത്. അതുകൊണ്ട് ജനങ്ങൾ ഇറക്കി വിട്ടു. ആ ജനങ്ങളുടെ പോലീസിന്റെ നയത്തിന്റെ ഒരു പ്രതിരൂപമായിട്ട് തന്നെയാണ് അജിത് കുമാറിനെ അന്ന് കണ്ടിരുന്നത്. അപ്പൊ അദ്ദേഹം വ്യക്തിപരമായി ഉള്ള വിഷയമല്ലത്, അദ്ദേഹം ധരിച്ച യൂണിഫോം, ആ യൂണിഫോം അക്കാലത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഗൺമാന്മാർ ആക്രമിച്ചപ്പോൾ, തല്ലിയപ്പോൾ അത് രക്ഷാപ്രവർത്തനം എന്ന് പറഞ്ഞ് ന്യായീകരിച്ച സംഭവത്തില് ആ ഗൺമാന്മാരുടെ രക്ഷയ്ക്ക് ADGP ശ്രമിച്ചു എന്നാണ് ഒരു ആരോപണം. ആ ആരോപണത്തെ കുറിച്ച് ആരോപണമല്ല, ഗ്രേഡ് SIമാർ നൽകിയിരിക്കുന്ന മൊഴിയാണ് കേട്ടോ, അത് മൊഴിയാണ്. അതെ, മൊഴി അത് തന്നെ. നമ്മൾ രാഷ്ട്രീയ ആരോപണം എല്ലാവരും രാഷ്ട്രീയമല്ല, രാഷ്ട്രീയ ആരോപണമല്ല, അത് ഡിപ്പാർട്ട്മെന്റൽ തല ഇത് തന്നെയാണ്, മൊഴി തന്നെയാണ് വന്നിട്ടുള്ളത്. പോലീസിന്റെ തന്നെ മൊഴിയാണ്. കേസ് ഡയറിയിൽ തിരുത്തൽ വരുത്താൻ ആവശ്യപ്പെട്ടുവെന്ന്. അതുകൊണ്ടാണല്ലോ ഈ കേസ് എഴുതി തള്ളണം എന്നുള്ള കാര്യം കോടതി മുൻപാകെ വന്നതും അങ്ങനെ കോടതി റഫർ ചെയ്തതും. അല്ല, ഞാൻ പറഞ്ഞ മൊത്തത്തിലുള്ള കാര്യം ADGP MR അജിത് കുമാറിന്റെ സമീപനത്തെ കുറിച്ച് ഞാൻ വ്യക്തമായിട്ട്, സമയക്കുറവ് മൂലം ഞാൻ അങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. അപ്പൊ കോടതിയുടെ ഒരു ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കാര്യത്തിൽ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെ പരാതിയിൽ തുടരന്വേഷണം നടത്തുകയും അത് സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് DGPക്ക് കൊടുത്തതെന്നും പറയുന്നത്. അപ്പൊ DGP ആ റിപ്പോർട്ടിൽ വ്യക്തത തേടി എന്ന് പറഞ്ഞ് ഇരിക്കുകയാണ് എന്നാണ് നമുക്ക് കിട്ടിയ വിവരം. പക്ഷെ ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അത് ആഭ്യന്തര സെക്രട്ടറിക്ക് കൊടുക്കണം, അതിനുശേഷമുള്ള ഭരണപരമായ നടപടിക്രമങ്ങൾ അതിൽ വിവരിച്ചു. അത് അദ്ദേഹം കൃത്യമായിട്ട് ഉത്തരം പറഞ്ഞുകൊണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. പക്ഷെ അതിനിടയ്ക്ക് മറ്റൊരു കാര്യമുണ്ട്. ഈ പറയുന്ന MR അജിത് കുമാറിന് പ്രൊമോഷൻ കിട്ടാൻ പോവുകയാണ്. ഈ മാസം 30-ാം തീയതിയോടുകൂടി അതും ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെടും. അല്ല, ഞാൻ പൂർത്തിയാക്കട്ടെ മഞ്ജുഷ, അപ്പോഴേക്കും വരുന്നത്. അതായത് ഇതിന് രണ്ട് കാഴ്ചപ്പാട് ഞാൻ പറഞ്ഞല്ലോ. ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടും സംഘടനാപരമായ കാഴ്ചപ്പാടും ഉണ്ട്. ഈ സംഘടനാപരമായ കാഴ്ചപ്പാട് MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്നാണ്. അതിൽ ആരും എതിരല്ല. പക്ഷെ അതിന് KPCCക്ക് ഒരു നിർദ്ദേശം കൊടുക്കാൻ പറ്റാവുന്ന സംവിധാനം ഇന്നില്ല. അതുകൊണ്ട് ഇക്കാര്യത്തില് UDFിലെ തന്നെ നേതൃത്വം കൊടുക്കുന്ന കോൺഗ്രസ് ഒരു തീരുമാനത്തിലെത്തണം. ആ തീരുമാനം കോൺഗ്രസ് എത്തിയിട്ടുണ്ട്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ MR അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്നാണ്. അതിന്റെ കാലവിളംബത്തെക്കുറിച്ച് മുഖ്യമന്ത്രി ഇന്ന് പറഞ്ഞ കാര്യങ്ങളിൽ വിശ്വസിക്കാനേ നിവൃത്തിയുള്ളൂ. മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാല് ADGP MR അജിത് കുമാറിനെതിരെ എന്ത് നടപടി എന്നുള്ളതൊന്നും ചർച്ച ചെയ്യാനൊന്നും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രസ്ഥാനങ്ങൾക്കോ സാധ്യമല്ല. കാരണം അതൊരു IPS ഉദ്യോഗസ്ഥൻ ഇതിൽ ന്യായീകരിക്കാൻ ഒരുപാട് കാരണങ്ങൾ ഉണ്ടാകും. ഇപ്പോൾ നടപടിയെടുത്താൽ MR അജിത് കുമാർ കോടതിയെ സമീപിക്കുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ന്യായീകരിക്കാം. ഇന്ന് മുഖ്യമന്ത്രി അങ്ങനെയൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ വെച്ച് ഒരു ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുവാൻ പറ്റുമോ? അതിന്റെ അർത്ഥമാണ് മുട്ടുവിറയ്ക്കുക എന്നുള്ളത്. ഇനി അദ്ദേഹം പോയി കോടതിയിൽ നിന്ന് അനുകൂല ഉത്തരവ് വാങ്ങിയാൽ എന്താകും സ്ഥിതി എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ല. കാരണം തുടക്കത്തിലെ ആ ഒരു ആവേശം ഉണ്ടായിരുന്നുവല്ലോ, ഞങ്ങളുടെ കുട്ടികളെ തൊട്ട ആളുകളെ വെറുതെ വിടില്ല എന്ന്. അത് മാത്രമല്ല, പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്തൊക്കെയായിരുന്നു MR അജിത് കുമാറിനെതിരെ എന്തെല്ലാം കാര്യങ്ങളാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ പോലീസ് അവതാരം, RSSുമായി ഉള്ള പാലം, അങ്ങനെ എത്രയോ ആരോപണങ്ങൾ, പൂരം കലക്കിയയാൾ, ഇങ്ങനെ എത്രയോ കാര്യങ്ങൾ വന്നു. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് ആലപ്പുഴ പോലീസ് മർദ്ദനം. അത് അട്ടിമറിക്കാൻ, ആ കേസ് അട്ടിമറിക്കാൻ കൂട്ടുനിന്നയാൾ എന്നുള്ള കാര്യം. ഇപ്പോൾ ആ ആവേശമെല്ലാം തടുത്തു കേട്ടോ. നോക്കൂ, അത് നിങ്ങളുടെ ഒരു വ്യാഖ്യാനമാണ്. ഈ വ്യാഖ്യാനം മഞ്ജുഷിന് പറയാം. കാരണം വെച്ചാൽ അത് വേണമെങ്കിൽ വിശ്വസിക്കാം, അങ്ങനത്തെ വ്യാഖ്യാനങ്ങളിലൊക്കെ വിശ്വസിക്കാം. അതുകൊണ്ടാണ് ഇന്ന് മുഖ്യമന്ത്രി കൃത്യമായിട്ട് പറഞ്ഞത് നടപടി എടുത്താൽ നിങ്ങളെ അറിയിക്കും, അല്ലാണ്ട് നടപടി എടുക്കില്ലെന്നല്ല പറഞ്ഞത്. ശ്രദ്ധിച്ചാണോ? അത് എന്താണ് നടപടി എന്ന് വെച്ചാൽ നിങ്ങളെ അറിയിക്കുന്ന പറഞ്ഞത്. അതിനർത്ഥം എന്താ? അല്ലല്ല, ആ സംസാരത്തിലൊരു ധാർഷ്ട്യമുണ്ട് ശ്രീ N ശ്രീകുമാർ. നടപടി എടുക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാം എന്ന രീതിയിലുള്ള ധാർഷ്ട്യം അക്കാര്യത്തിലുണ്ട്. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ അത് വ്യക്തമായിട്ടും അങ്ങനെ തന്നെയാണ്. അങ്ങനെ ആയിരിക്കുന്നില്ല, അങ്ങനെ ആവരുതായിരുന്നു മുഖ്യമന്ത്രി ഇതേക്കുറിച്ച് പറയേണ്ടത്. നടപടി എടുക്കുമെങ്കിൽ അത് അറിയിക്കാം. പിന്നെ നടപടി എടുത്തു കഴിഞ്ഞാൽ അത് മൂടി വെക്കാൻ പറ്റുമോ? അല്ല, നോക്കൂ, വാർത്താ മാധ്യമങ്ങളുടെ നിലപാടും അതുപോലെ ആഗ്രഹവും അനുസരിച്ച് ഗവൺമെന്റ് പ്രവർത്തിക്കാൻ പറ്റില്ല. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചു കേൾക്കൂ. സംഘടനാപരമായ കാഴ്ചപ്പാട് എന്ന് പറയുന്നത് ADGP അജിത് കുമാറിനെതിരെ ഒരു നടപടി വേണമെന്നുള്ളതാണ്. അത് പൂർത്തിയാക്കട്ടെ. അത് പൂർത്തിയാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ മനസ്സിലുള്ള ഒരു ചിന്ത എന്താണെന്ന് വെച്ചാൽ ഉണ്ടായിരുന്നത് ഇദ്ദേഹത്തെ വേണമെങ്കിൽ ഗവൺമെന്റിന്റെ ഏതെങ്കിലും ചെറിയ തലത്തിലേക്ക് മാറ്റി നിർത്താമായിരുന്നു.
അങ്ങനെ മാറ്റി നിർത്താം. അതല്ലെങ്കിൽ അത് അധികാരത്തിലേറിയ സമയത്ത് തന്നെ ഇദ്ദേഹത്തിന് സുപ്രധാന വകുപ്പ് കൊടുക്കാതെ മാറ്റി ഒരു വകുപ്പും കൊടുക്കാതെ ഒരു ചുമതലയും കൊടുക്കാതെ അന്വേഷണം കഴിയുന്നവരെ മാറ്റി നിർത്താമായിരുന്നു. ഒന്ന്. രണ്ടാമത്തെ കാര്യം, എക്സൈസ് കമ്മീഷണർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ മാറ്റാമായിരുന്നു. ഇത് രണ്ടും ചെയ്യാത്തതാണ് സംഘടനയുടെ മുമ്പിലുള്ള ഒരു പരിഭവം. മറ്റുള്ളത് ഗവൺമെന്റിന്റെ കാര്യം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് അവസാനിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി വിശദീകരിച്ചത് വളരെ ശരിയാണ് മുഖ്യമന്ത്രിയുടെ കാഴ്ചപ്പാട്. കാരണം എന്താ വെച്ചാൽ ഇത് എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ട് സസ്പെൻഡ് ചെയ്തു, അല്ലെങ്കിൽ ഒരു നടപടി എന്തെങ്കിലും എടുത്തു, ആരോഗ്യവകുപ്പിന്റെ അറിയാമല്ലോ, ഡോക്ടർ റീനയെ മാറ്റിയതിനു ശേഷം ആരോഗ്യവകുപ്പ് അധികൃതർ ആരോഗ്യവകുപ്പ് നേരിട്ട കോടതിയുടെ കാര്യങ്ങൾ അറിയാമല്ലോ. പക്ഷെ അത് ആരോഗ്യവകുപ്പ് അവസാനം ജയിച്ചു. അതുപോലെ ഈ കാര്യത്തിൽ, അതുപോലെ ഈ 4 ഗൺമാന്മാരുടെ ജാമ്യത്തെ സംബന്ധിച്ച് ആലപ്പുഴ കോടതി ശ്രീമതി ഹണി എം വർഗീസിന്റെ ഉത്തരവ് കണ്ടല്ലോ. അതായത് ഇവരുടെ ജാമ്യ കാര്യത്തിൽ ഇവർക്ക് എന്തിനാണ് രണ്ടാമത് ജാമ്യമില്ലാ വകുപ്പ് കൂട്ടിച്ചേർത്തുള്ളതൊക്കെ വന്നല്ലോ. അപ്പൊ ഇങ്ങനെ ഒരുപാട് മുൻപിൽ ഒരുപാട് ശരിയാണ്. അങ്ങനെയാകുമ്പോൾ ഈ ആരോപണങ്ങളെല്ലാം കള്ളമാണ് എന്ന രീതിയിലേക്ക് വരും കേട്ടോ. പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം കള്ളമായിരുന്നു. അത് മാത്രമല്ല, ഈ പറയുന്ന AD തോമസ് MLA-യും അജയ് ജുവൽ കുര്യാക്കോസും ഒക്കെ പറഞ്ഞുകൊണ്ട് നടക്കുന്നത് കള്ളമാണെന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. അത് കാരണം സർക്കാർ തന്നെ ഇതിൽ സംശയിക്കുകയാണ്. നടപടി എടുക്കുവാൻ മടിക്കുന്നതിന് കാരണം ഇത് ശരിയായി വരുമോ എന്നുള്ള കാര്യമാണ്. സർക്കാരിന് തന്നെ ഇത് കുരിശാകുമോ എന്നുള്ള തോന്നലാണ്. അങ്ങനെ വരുമ്പോൾ അങ്ങനെയാണെങ്കിൽ കള്ളം നിങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് പറയേണ്ടി വരും ശ്രീകുമാർ. അയ്യോ മഞ്ജുഷ, നിങ്ങളിത് വ്യാഖ്യാനിച്ച് വികൃതമാക്കുകയാണ്. ഇത്ര വിഷയമുള്ളൂ. ഒരു നടപടി എടുക്കുമ്പോൾ ആ നടപടി എടുക്കാനുള്ള വഴി പക്കയായിരിക്കണം, അത് കൃത്യമായിരിക്കണം. കോടതി തള്ളിക്കളയരുത്. മുൻകാല ഗവൺമെന്റിന് ഒരുപാട് തിക്താനുഭവം ഉണ്ടായത് അറിയാമല്ലോ. അപ്പോൾ ഒരു നടപടി എടുക്കണം. ഇത് വഴിപാടല്ലല്ലോ. യൂത്ത് കോൺഗ്രസുകാരുടെ തലതല്ലി പൊളിച്ച, ഗവൺമെന്റ്മാർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിച്ച ഒരു പോലീസ് സംവിധാനത്തിനെതിരായിട്ടുള്ള നീക്കത്തിൽ വഴിപാട് പറ്റില്ല. യൂത്ത് കോൺഗ്രസുകാരോട് മുഖ്യമന്ത്രി പറഞ്ഞതും ആഭ്യന്തരമന്ത്രി പറഞ്ഞത് കൃത്യമാണ്. ഈ നടപടി എടുത്തു കഴിഞ്ഞാൽ, ഈ നടപടി പൂർത്തിയാക്കി കഴിഞ്ഞാൽ, ചട്ടപ്രകാരമുള്ള നീക്കുപോക്കുകൾ നടന്നു കഴിഞ്ഞാൽ നടപടി വരും. പക്ഷെ അതിൽ ഞാൻ പറഞ്ഞാൽ താങ്കൾ ശ്രദ്ധിക്കണം, ഇതൊരു കാഴ്ചപ്പാട്, 2 കാഴ്ചപ്പാട്. ഗവൺമെന്റ് കാഴ്ചപ്പാടും പാർട്ടിയുടെ കാഴ്ചപ്പാട് ഒന്ന്, ഗവൺമെന്റിന്റെ കാഴ്ചപ്പാട് മറ്റൊന്ന് എന്നതാണ്. കോൺഗ്രസ് നേതാക്കൾ പരസ്യമായിട്ട് പോസ്റ്റ് ഇട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കഴിഞ്ഞ ദിവസം ഡോക്ടർ ജിൻഡോ ജോണിന്റെ പോസ്റ്റ് താങ്കൾ ശ്രദ്ധിച്ചിരുന്നുവല്ലോ. അല്ലല്ല, ഡോക്ടർ ജിൻഡോ ജോൺ എന്നൊക്കെ പറയുന്ന കോൺഗ്രസിലെ വളർന്നു വരുന്ന ഒരു നേതാവാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം താങ്കൾ കേട്ടുവല്ലോ. അത് തന്നെയാണ് കോൺഗ്രസിന്റെ നേതാക്കളുടെ പൊതുവായ ഒരു വികാരം. അത് തുറന്നു പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഞാനൊന്ന് പറയട്ടെ. അതായത് നോക്കൂ മഞ്ജുഷ, നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാക്കുക. കോൺഗ്രസ് നേതാക്കൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടുകൊണ്ട് കാര്യമായില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് വഴിപാടല്ല ഈ നടപടി. ഇത് കൃത്യമാണ്. കാരണം ഒരു നിസ്സാര കാര്യമൊന്നും അല്ല അക്കാലത്ത് ഗവൺമെന്റിന്റെ പോലീസ് സംവിധാനം. ജോർജ് ജോസഫ്, ഇനി നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. നടപടി എടുക്കുമ്പോൾ അറിയിക്കാം. ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാക്കുകൾ. അത്ര പ്രയാസമാണോ ഇക്കാര്യത്തിൽ? സർക്കാർ ഒരു വിഷമവൃത്തത്തിൽ നിൽക്കുകയാണോ ശ്രീ ജോർജ് ജോസഫ്? എനിക്ക് അഭിപ്രായമില്ല. ഒരു സർക്കാരിൻ്റെ, ഒരു മുഖ്യമന്ത്രിക്കും ഒരു ആഭ്യന്തരമന്ത്രിക്കും ചീഫ് സെക്രട്ടറി വരെയുള്ളവരെ സസ്പെൻഡ് ചെയ്യുന്നതിനൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല നിയമപരമായിട്ട്. ഇവിടുത്തെ നമുക്ക് ഇതിനകത്ത് സാങ്കേതികമായ ഒരു പ്രശ്നങ്ങളുമില്ല. പക്ഷേ ഇപ്പം വരാൻ പോകുന്നത് 31-ാം തീയതി ഫയർഫോഴ്സ് ഡയറക്ടർ റിട്ടയർ ചെയ്യുമ്പം നെക്സ്റ്റ് മേനായ ഇദ്ദേഹത്തിന് അവിടെ അവർ 1-ാം തീയതി ഇദ്ദേഹത്തിന് കൊടുത്തേ പറ്റുള്ളൂ. അതിനുമുമ്പ് ഒരു സസ്പെൻഷൻ വന്നില്ലേ 1-ാം തീയതി അവിടെ ചാർജ് എടുക്കും. രണ്ടാമത്തെ കാര്യം, ഈ 20-ാം തീയതി ആണ് എന്നെനിക്ക് തോന്നുന്നു ഒരു സ്ക്രീനിങ് കമ്മിറ്റി അവിടെ ഉണ്ട്. അപ്പം 1-ാം തീയതി അദ്ദേഹത്തിന് അവിടെ പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിങ് കമ്മിറ്റി കൂടി അദ്ദേഹത്തിനെ മെച്ചുറാക്കി അദ്ദേഹത്തിൻ്റെ പേപ്പേഴ്സ് എല്ലാം നോക്കി ആ സ്ക്രീനിങ് കമ്മിറ്റിയിൽ വേണം അദ്ദേഹത്തിനെ പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ആ പ്രൊമോഷനുള്ള റെക്കമെൻഡേഷൻ കൊടുക്കാൻ. അത് 20-ാം തീയതി നടക്കും. അപ്പോൾ 20-ാം തീയതി വരെ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു റിപ്പോർട്ടും ഇവിടെ ഗവൺമെൻറ്റിന് മുമ്പിലോ DGPയുടെ മുമ്പിലോ ഇല്ല. ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, ഷൗക്കത്ത് അലിയുടെ ഒരു അന്വേഷണ റിപ്പോർട്ട്. അതിനകത്ത് ഇനിയും കുറച്ച് കാര്യങ്ങൾ വേണം എന്നാണ് DGP പറയുന്നത്. പക്ഷേ ഇവിടുത്തെ സാധാരണ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ, SI, ഒരു പോലീസ് കോൺസ്റ്റബിൾ മുതൽ ഒരു SP വരെ, അങ്ങനെ ഒരു അദ്ദേഹത്തിന് അവർക്കെതിരായിട്ട് ചെറിയ ആരോപണം വന്ന ഒരു പ്രിലിമിനറി റിപ്പോർട്ടിൽ വെച്ച് അങ്ങ് സസ്പെൻഡ് ചെയ്യുകയാണ്. അതുപോലെ ഇവിടെ ചെയ്യുന്നതിന് ഒരു തടസ്സവും ഞാൻ നോക്കിയിട്ട് കാണുന്നില്ല. കോടതിയുടെ അവിടുന്ന് ജാമ്യത്തിൽ ഈ 5 പേരും പോയത്, അവരിപ്പോൾ സസ്പെൻഷനിലാണ്, 5 പേരും പോയത് കോടതി ജാമ്യം കൊടുത്തിട്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ 5 പേരും ചെല്ലാൻ പറഞ്ഞു. അവരെ അറസ്റ്റ് ചെയ്ത ജാമ്യത്തിൽ വിടണം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 5 പേരും വന്ന് 2 ദിവസം വരെ ചോദ്യം ചെയ്തിട്ട് വിട്ട് അറസ്റ്റ് ചെയ്തില്ല. അറസ്റ്റ് ചെയ്തെങ്കിലല്ലേ ജാമ്യത്തിൽ വിടേണ്ട ആവശ്യമുള്ളൂ. അതിൻ്റെ കാരണം അതിനകത്തെ
ആ പത്തൽ പോലെയുള്ള 5 വെപ്പണ് അത് പോലീസിൻ്റേതല്ല. അത് ആ CCTV ദൃശ്യത്തിൽ നമുക്കറിയാം. അത് ഇവിടുത്തെ പ്രിസ്ക്രൈബ്ഡ് ആയിട്ട് ലാത്തിയോ അല്ലെങ്കിൽ ചൂരിലോ അല്ല, അത് പോലീസിൻ്റെ സാധനമല്ല. അങ്ങനെ ഒരു സാധനം സപ്ലൈ ചെയ്തിട്ടില്ല. അത് നോർത്ത് ഇന്ത്യയിലൊക്കെ ചെന്നാൽ പലയിടത്തും കാണാം. കേരള പോലീസിൽ ആ സാധനമില്ല. ആ സാധനം തൊണ്ടിയായിട്ട് റിക്കവർ ചെയ്യണം. അത് നടന്നില്ല. കാരണം അവരെ കസ്റ്റഡി കൊടുത്തില്ല, ഡയറക്ഷനേ വന്നുള്ളൂ. ആ ബെയിൽ ക്യാൻസൽ ചെയ്തിട്ട് അവരെ കസ്റ്റഡി കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ആ തൊണ്ടി സാധനം എടുക്കാനൊക്കെ ഉള്ളൂ. 27 എവിഡൻസ് ആക്ടിൻ്റെ പരിധി വരുള്ളൂ. അതിനകത്ത് കേസ് ഡയറി കംപ്ലീറ്റ് മാറ്റി അതിനുള്ള എവിഡൻസൊക്കെ പുറത്തോട്ട് വന്നിട്ടുണ്ട്. ആ കേസ് ഡയറിയിൽ ഇവിടെ തിരിച്ച് അദ്ദേഹം ഇവിടെ വിളിച്ചു വരുത്തി. ADGP അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ അവരെ വിളിച്ചു. ആ 2 SHOമാരെ SIമാരെ അവിടെ വിളിച്ചിട്ട് കേസ് ഡയറി എഴുതിയത് അതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് തിരുത്തിച്ചു. അപ്പോൾ അവർക്ക് മനസ്സിലായത് പ്രശ്നമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് ആ SHOയും ആ പോലീസ് ഉദ്യോഗസ്ഥരും എല്ലാവരും അതിൻ്റെ ഒറിജിനൽ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം കേസ് ഡയറി ഇവിടെ വന്നു കഴിഞ്ഞപ്പം തിരുത്തിച്ചു കഴിഞ്ഞപ്പോൾ തിരുത്തിയ കേസ് ഡയറി ഇപ്പോൾ ഉണ്ട്. 2 കേസ് ഡയറി ഉണ്ട്. ഒന്ന് ഒറിജിനൽ കേസ് ഡയറി, ഒന്ന് തിരുത്തിയും. തെരേസ ജോസഫിനെ ആയിരുന്നു ആലപ്പുഴയിലെ SP ആയിരുന്നു. അവരെ അവിടുന്ന് പെട്ടെന്ന് മാറ്റി കാസർഗോഡ് തട്ടി. അവർ സത്യസന്ധമായി കേസിൻ്റെ കാര്യങ്ങൾ കേസ് ഡയറിയിൽ എഴുതിക്കാൻ അവർ തയ്യാറായി. അങ്ങനെ എഴുതി അത് കൃത്യമായിട്ട് പോയി. ആ കേസ് ഡയറിയാണ് ഇവിടെ അജിത് കുമാർ വിളിച്ചു വരുത്തി ഇവിടെ കൊണ്ടുവന്നത്. അപ്പോൾ സസ്പെൻഡ് ചെയ്യുന്നതിന് അതിനകത്ത് ഒരു പ്രിലിമിനറി റിപ്പോർട്ട് മാത്രം മതി. അതിനകത്ത് അതത്ര ശരിയായില്ല, കുറച്ചുകൂടെ വ്യക്തത വരാനുണ്ടെന്നൊക്കെ പറയുന്നത് അതിനോട്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ ഈ കാലതാമസം കൂടി നോക്കണ്ടേ ശ്രീ ജോർജ് ജോസഫ്? ജൂൺ 23 റിപ്പോർട്ട് കിട്ടിയതാണ്. ഇത്രയും നാൾ ഇതിൽ വ്യക്തത വരുത്തുവാനുള്ള സമയം കിട്ടിയില്ലേ എന്ന ചോദ്യം കൂടി അവിടെ ഉണ്ടല്ലോ. അങ്ങനെ വരുമ്പോൾ MR അജിത് കുമാറിനെ ഈ സർക്കാരും സംരക്ഷിക്കുന്നുണ്ട്. ആ രീതിയിൽ തന്നെ പറയേണ്ടി വരുമല്ലോ. കാരണം തൊട്ടടുത്ത് തന്നെയാണ് DGP സ്ക്രീനിംഗ് കമ്മിറ്റി വരുന്നത്. പ്രൊമോഷൻ കിട്ടാൻ പോവുകയാണ് DGP ആയിട്ട്. അല്ല, അതിനു വേണ്ടി തന്നെയാണ് ഈ വെയിറ്റ് ചെയ്യുന്നത്. അതിനകത്ത് സർക്കാരിന് പങ്കുണ്ടോ DGPക്ക് പങ്കുണ്ടോ അത് നമുക്കറിയില്ല. അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്ത ശേഷം മാത്രമേ ഒരു നടപടി ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ 1-ാം തീയതിക്ക് ശേഷമേ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടാവുകയുള്ളൂ. അത് ഏത് രീതിയിലാണ് അത് മുന്നോട്ട് പോകുന്നത് നമുക്കറിയത്തില്ല. എന്തുകൊണ്ടാണ് ഷൗക്കത്ത് അലിയെ പോലെ നല്ലൊരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓഫീസർ അതിൻ്റെ സത്യം എഴുതി ഇങ്ങേരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായെന്നും ഇങ്ങേരാണ് അത് ഇവരെ വിളിച്ചു വരുത്തി സ്റ്റേറ്റ്മെൻറ്റ് മാറ്റി. ഒരു കേസ് ഡയറി തിരുത്തുക എന്ന് പറഞ്ഞാൽ അത് ഇന്ത്യൻ തെളിവ് നിയമത്തിൻ്റെ എഗൻസ്റ്റായിട്ട് വരുന്നതാണ്. അദ്ദേഹത്തിന് 10, 15, 16 വകുപ്പിൻ്റെ കുറ്റമാണ് ചെയ്തിരിക്കുന്നത് ADGP. അപ്പോൾ അതിന് പ്രത്യേക FIR എടുക്കേണ്ടി വരും അദ്ദേഹത്തിനെ പ്രതിയാക്കിക്കൊണ്ട്. അപ്പോൾ അതുകൊണ്ട് എവിഡൻസ് ട്രൂ ആയ എവിഡൻസ് നശിപ്പിച്ചു. അതിനുശേഷം ഫോൾസ് എവിഡൻസ് കൊടുത്തു. ഒരാളെ പ്രോസിക്യൂട്ട് ചെയ്യാതെ ഇരിക്കാൻ വേണ്ടി ആ ഒഫൻഡറെ അവർ പ്രൊട്ടക്റ്റ് ചെയ്തു. ഇങ്ങനെ 100 കണക്കിന് ഞാൻ നോക്കിയപ്പം അതിനകത്ത് ഒഫൻസസ് വന്നിട്ടുണ്ട്. അതൊക്കെ അദ്ദേഹത്തിനെതിരായിട്ട് വരും. അത് സർക്കാർ ചെയ്യുകയോ ഇല്ലയോ നമുക്കറിയാം. നമ്മളതിൻ്റെ ഫാക്റ്റ് പറയുന്ന കാര്യങ്ങളാണ്. ഏതായാലും ആ 2 യൂത്ത് കോൺഗ്രസ്സുകാരെ അടിച്ച അടി കേരളത്തിലെ മുഴുവൻ ജനങ്ങളും കണ്ടു. അതുകൊണ്ടാണ് ആ ഇടതുപക്ഷത്തിനെ തള്ളിക്കളഞ്ഞത്. പക്ഷേ അതിന് നടപടി എടുത്തിട്ടില്ലെങ്കിൽ ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി ഒരു ഡയറക്ഷൻ കൊടുത്തു. പഞ്ചാബിലൊരു DYSP കിടന്ന ആളായി. അപ്പോൾ സുപ്രീം കോടതി അയാളെ വിളിച്ചു വരുത്തി. ഒരു 2 മാസം ആയുള്ളൂ. നിങ്ങൾ മാടമ്പിത്തരം കാണിക്കരുത്. അവിടെ കിടന്ന് പലരെ അടിച്ചാണ് ഈ പരാതി സുപ്രീം കോടതി വന്നിരിക്കുന്നത്. ആ മാടമ്പിത്തരം ഇന്ത്യയിൽ നടക്കത്തില്ല സുപ്രീം കോടതി ഉള്ളിടത്തോളം കാലം. കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പാണ് ആ ഓർഡർ വന്നിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിൽ വെച്ചിട്ടാണ് ഞാൻ ഈ പറഞ്ഞത്. നടപടി എടുത്തില്ലെങ്കിൽ ഈ മാറ്റർ ഇവിടെ കൈവിട്ടു പോകും. അത് സുപ്രീം കോടതി വരെ പോകും. അതിന് യാതൊരു സംശയമില്ല. അതിലേക്കാണ് കാര്യം നീങ്ങുന്നത്. അപ്പോൾ ഇപ്പോൾ അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇങ്ങനെ കേസ് ഡയറി തിരിച്ചുവെച്ച ഒരു ഓഫീസർ ഏത് IPS എത്ര സീനിയർ ആയാലും ശരി അവരെ സസ്പെൻഡ് ചെയ്യണ്ടേ, നീതി നടപ്പാക്കണ്ടേ. അത് ചെയ്യുന്നില്ലെങ്കിൽ അദ്ദേഹത്തിന് കൊടുക്കാനുള്ള പ്രൊമോഷൻ കൊടുത്തോളൂ. അത് അദ്ദേഹം DGP ആയിട്ട് ചാർജ് എടുത്തോളൂ. പക്ഷേ ഗവൺമെന്റിനെതിരായിട്ട് അതിശക്തമായ നീക്കം ആ കോൺഗ്രസ് പാർട്ടിയിൽ തന്നെ ഉണ്ടാകും എന്നാണ്. കാരണം മറ്റവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ നിലപാടൊന്ന്, സർക്കാരിന് പക്ഷേ ആ നിലപാടിനൊത്ത് വരാൻ അതിന് സാങ്കേതികമായ പ്രശ്നമുണ്ട്. അതാണ് ശ്രീ N. ശ്രീകുമാർ പറഞ്ഞത്. അതിന് നടപടിക്രമങ്ങൾ പാലിക്കണം എന്ന്. അങ്ങനെയാണോ കാര്യങ്ങൾ നീങ്ങുന്നത്? MR അജിത് കുമാറിന് വ്യക്തമായ ഒരു സംരക്ഷണം മുഖ്യമന്ത്രിയിൽ നിന്നും ആഭ്യന്തരമന്ത്രിയിൽ നിന്നും കിട്ടുന്നില്ലേ? മഞ്ജുഷ്, നമ്മൾ ഈ ഉദ്യോഗസ്ഥന്മാരെ നോക്കുമ്പോൾ ഈ പലതരം ഉദ്യോഗസ്ഥന്മാരുണ്ട്. ചിലര് അവരുടെ ജോലിയോടും സമൂഹത്തോടും പ്രതിബദ്ധതയുള്ളവരായിരിക്കും. ചിലർ ഏതെങ്കിലും പ്രത്യേക പാർട്ടിയോട് പ്രതിബദ്ധതയുള്ളവരായിരിക്കും. മറ്റു ചിലരാണെങ്കിൽ ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും ആരൊക്കെ അധികാരത്തിലുണ്ടോ അവരോട് മാത്രം പ്രതിബദ്ധതയുള്ള ആൾക്കാരായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരെ ആരും തൊടില്ല. അങ്ങനെയുള്ള ആൾക്കാരെ എല്ലാ കാലഘട്ടങ്ങളിലും സംരക്ഷിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. നമ്മൾ ഇവിടെ ഈ MR അജിത് കുമാറിന്റെ കേസെടുത്തു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ഒരു ചരിത്രം നമ്മളൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്ന വളരെ കൃത്യമായ ഒരു കാര്യം ഇതാണ്.
അദ്ദേഹത്തിന് എല്ലാ അധികാര സ്ഥാപനങ്ങളിൽ ഇരിക്കുന്ന ആൾക്കാരുടെയും സ്വന്തം ആളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സംരക്ഷണം ഉറപ്പായിരിക്കും. അക്കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ നോക്കുക, ഈ പറഞ്ഞതുപോലെ തൃശ്ശൂർ പൂരവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നം വന്നു. ആ പ്രശ്നത്തിന് അത് സുരേഷ് ഗോപിക്ക് വേണ്ടിയിട്ട് BJP നേതൃത്വത്തിന് വേണ്ടിയിട്ട് വന്നത് ഇതേ M.R. അജിത് കുമാറാണ്. ഈ രഹസ്യ കൂടിക്കാഴ്ച RSS നേതൃത്വമായിട്ട് നടത്തുന്നത് ഇതേ M.R. അജിത് കുമാറാണ്. പിണറായി വിജയന് വേണ്ടിയിട്ട് സകല പരിപാടികളും നടത്തിയ ഇതേ M.R. അജിത് കുമാറാണ്. അതേ M.R. അജിത് കുമാർ തന്നെ അടുത്ത കോൺഗ്രസ് ഭരണം വരുമ്പോൾ അവിടെ വേണ്ടപ്പെട്ടവർക്ക് വേണ്ടി എന്ത് പണിയെടുക്കാനും തയ്യാറാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തെ സംരക്ഷിക്കുക എന്നുള്ളത് പലരുടെയും താല്പര്യമായിരിക്കും. ഇതിനകത്ത് പാർട്ടിയും അധികാരവും രണ്ടാണല്ലോ. അപ്പൊ അധികാരം കൈയാളുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പാർട്ടിക്ക് വേണ്ടി അടികൊണ്ട ആൾക്കാരെയോ അല്ലെങ്കിൽ പാർട്ടിക്ക് വേണ്ടിയിട്ട് ഈ പറഞ്ഞ പോലെ സമരം ചെയ്ത ആൾക്കാരോ ഒന്നും ഇനി ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു തരത്തിലേക്ക് എത്തുന്നത് ആത്യന്തികമായിട്ട് ഈ പ്രസ്ഥാനത്തിന്റെ വലിയൊരു പരാജയമാണ്. അപ്പം നിലവിൽ നോക്കുകയാണെങ്കിൽ നിലവിൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ പ്രതിസന്ധി, കോൺഗ്രസിന് KPCC പ്രസിഡന്റ് ഉണ്ട്. ആ പ്രസിഡന്റ് മന്ത്രിസഭയിലെ അംഗമാണ്. അദ്ദേഹം അവിടെ വാതുറക്കുന്നതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല ഇതുവരെയൊന്നും. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് അപ്പം പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് വാതുറക്കാൻ ഇപ്പൊ ആളില്ലാത്ത അവസ്ഥയാണ്. കാരണം പുനഃസംഘടന വന്നിട്ടില്ല. അങ്ങനെ നിലവിൽ ഒരു ഏകപക്ഷീയമായിട്ട് ഒരു കൂട്ടം നേതാക്കന്മാർ തീരുമാനിച്ച് മുന്നോട്ട് പോവുകയും അതേസമയം തന്നെ പാർട്ടിയുടെ വിവിധ ഘടകങ്ങളിലുള്ള ആൾക്കാർ അതിശക്തമായി പ്രതിഷേധ സ്വരം ഉയർത്തുകയും പക്ഷേ അതാരും കേൾക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോവുകയും ചെയ്യുന്ന അവസ്ഥയാണിപ്പോൾ. അല്ല, പ്രതിഷേധ സ്വരം ഉയർത്തുന്നു എന്ന് പറയുമ്പോൾ ഈ തല്ലുകൊണ്ട രണ്ടുപേര് AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും അവർക്ക് പ്രതികരിക്കുന്നതിൽ പരിമിതിയുണ്ട്. അവർ പറയുന്ന നടപടി ഉണ്ടാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, അതിപ്പോഴും ഞങ്ങൾ അങ്ങനെ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എന്നാണ്. പരമാവധി അവർക്ക് അത്രേ പറയാൻ പറ്റുകയുള്ളൂ. ചില നേതാക്കൾ ഫേസ്ബുക്കിലൊക്കെ എഴുതുന്നുണ്ട് ഈ തല്ലുകൊണ്ടവർ അവരെ പരിഗണിക്കണം എന്നുള്ള കാര്യം. അതായത് M.R. അജിത് കുമാറിനെതിരെ നടപടി വേണം. അജിത് കുമാർ എന്തൊക്കെയാണ് പിണറായി വിജയൻ സർക്കാരിൽ താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ അതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഫേസ്ബുക്കിലുമൊക്കെ എഴുതുന്നുണ്ട്. പക്ഷേ ഇത് സർക്കാർ മൈൻഡ് ചെയ്യുന്നില്ല എന്നതാണല്ലോ. സർക്കാർ എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി VD സതീശൻ അത് മുഖവിലേക്ക് എടുക്കുന്നില്ല. അദ്ദേഹം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയാകണം എന്നുള്ള കാര്യത്തിൽ നിൽക്കുകയാണ്. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ കാര്യത്തിലോ അദ്ദേഹത്തിലേക്ക് ഈ റിപ്പോർട്ട് വന്നില്ല. ഹോം സെക്രട്ടറി വഴിയാണല്ലോ റിപ്പോർട്ട് വരേണ്ടത്, ഇതുവരെ വന്നിട്ടില്ല. ഞാൻ മനസ്സിലാക്കിയത്, നമുക്കും സോഴ്സ് ഉണ്ടല്ലോ, അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഈ റിപ്പോർട്ടിൽ ഒന്നുമില്ല എന്നുള്ള കാര്യമാണ് M.R. അജിത് കുമാറിനെതിരെ. പിന്നെ രമേശ് ചെന്നിത്തലയുടെ വാദം എന്ന് പറയുന്നത് ഇത് എങ്ങനെ നടപടിയെടുക്കാൻ പറ്റും എന്നുള്ളതാണ്. അങ്ങനെ ചാടിക്കേറി നടപടിയെടുക്കാൻ പറ്റില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ M.R. അജിത് കുമാറിന് ഈ സർക്കാരിൽ നിന്നും സംരക്ഷണം ഉണ്ടാവും. മഞ്ജുഷ, അതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ട് കാര്യം താങ്കൾക്ക് കിട്ടിയ അതേ വിവരം എനിക്കും കിട്ടിയിട്ടുണ്ട്. അതായത് ഈ റിപ്പോർട്ടിൽ M.R. അജിത് കുമാറിനെതിരെ കാര്യമായ ഒരു പരാമർശമില്ല. അതായത് M.R. അജിത് കുമാർ ഓൾറെഡി സേവ് ചെയ്യപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ കുറ്റങ്ങളിൽ നിന്നും അദ്ദേഹം ഈ പറഞ്ഞ പോലെ റിപ്പോർട്ട് തിരുത്തിയതും കേസ് ഡയറി തിരുത്തിയതും അടക്കമുള്ള എല്ലാം, അതായത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക പദവി ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു കേസിനെ അട്ടിമറിക്കാൻ വേണ്ടി അദ്ദേഹം ചെയ്ത എല്ലാ കാര്യങ്ങളും മൂടപ്പെട്ടിരിക്കുന്നു. അദ്ദേഹത്തെ പരിപൂർണമായിട്ടും അദ്ദേഹത്തിന്റെ പേര് കാര്യമായി പരാമർശിക്കാത്ത ഒരു റിപ്പോർട്ടാണ്. കേസ് ഡയറി തിരുത്താൻ ആവശ്യപ്പെട്ടു എന്നുള്ള മൊഴി അത് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അന്വേഷണ സംഘം എന്നതിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. M.R. അജിത് കുമാർ നൽകിയ വിശദീകരണം അത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ നടപടിക്രമത്തിന്റെ ഭാഗമായിട്ടാണ് ചില കാര്യങ്ങൾ ചെയ്തത് എന്നുള്ള കാര്യം അത് മുഖവിലേക്ക് എടുക്കുന്നു എന്നതാണ്. അതായത് ഈ വളരെ സിമ്പിള്, ഇതിന്റെ ഇക്വേഷൻ വളരെ സിമ്പിളാണ്. 2 ഗ്രേഡ് SIമാർ ബലിയാടാകും, ഒരു ADGP രക്ഷപ്പെടും. ഇത്രയേ ഉള്ളൂ. കാരണം 2 ഗ്രേഡ് SIമാരെ ബലിയാടാക്കിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞിട്ടാണ് അവരത് തിരുത്തിയത് എന്നത് മാറിയിട്ട് സ്വന്തം നിലയ്ക്ക് തിരുത്തിയതായിട്ടാവും. സ്വാഭാവികമായിട്ട് അവർ സസ്പെൻഷനിലോ അല്ലെങ്കിൽ ഡിസ്മിസലിലോ പോകും. പകരം ADGP DGP ആയിട്ട് സ്ഥാനക്കയറ്റം കിട്ടും. കാരണം അദ്ദേഹം വേണ്ടപ്പെട്ടവരെല്ലാം വളരെ കൃത്യമായി കാണാൻ കഴിയുന്ന ഒരാളാണ്. ഞാൻ പറഞ്ഞത്, ഇപ്പം താങ്കൾ നേരത്തെ പറയില്ലേ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായിരിക്കും, അദ്ദേഹത്തിന് കഴിഞ്ഞ 1 മാസമായിട്ട് റിപ്പോർട്ട് കിട്ടിയില്ല, ഹോം സെക്രട്ടറിയുടെ റിപ്പോർട്ട് കിട്ടിയില്ല. എന്തുകൊണ്ട് കിട്ടിയില്ല? ഒരു ആഭ്യന്തരമന്ത്രി ഹോം സെക്രട്ടറിയെ വിളിച്ചു വരുത്തി റിപ്പോർട്ട് തരണം എന്ന് ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ കൊടുക്കില്ലേ? എന്തുകൊണ്ടാണ് അദ്ദേഹം ആവശ്യപ്പെടാത്തത്? നമ്മൾ ഒരിക്കലും ഒരു കാരണവശാലും ഇത്തരം കാര്യങ്ങളെ, അതായത് ഭരണപരമായി നിർവഹിക്കേണ്ട ചുമതലകളെ എന്താ പറയുക ലഘൂകരിച്ച് കാണുകയും ഞാൻ അറിഞ്ഞില്ല, ഞാൻ കേട്ടില്ല, ഞാൻ കണ്ടില്ല എന്നൊന്നും പറയുന്ന എക്സ്ക്യൂസുകളല്ല ഒരു ഭരണ സംവിധാനത്തിൽ. കാരണം നിലവിൽ കേരളത്തിലെ ആഭ്യന്തരമന്ത്രിക്കും അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കും ഒരു ഉദ്യോഗസ്ഥനെതിരെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കേസന്വേഷണം നടക്കുന്നുണ്ടെങ്കിൽ അതിന്റെ വിശദാംശങ്ങൾ കൃത്യമായി ചോദിച്ച് അറിയാനുള്ള എല്ലാ പവറും ഉണ്ട്. ഇതിപ്പോൾ ഈ കാര്യങ്ങൾ ഇക്കാര്യത്തിൽ ആശങ്കയുള്ള ഒരു കൂട്ടമുണ്ട് കോൺഗ്രസിൽ. കാരണം പ്രതിപക്ഷത്തിരുന്നപ്പോൾ പറഞ്ഞ കാര്യം ഭരണത്തിലെത്തിയപ്പോൾ നടപ്പാക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ആശങ്കപ്പെടുന്ന ഒരു വിഭാഗമുണ്ട്. അവരാണ് ഈ വാർത്തകൾ പുറത്തു വിട്ടുകൊണ്ടിരിക്കുന്നത്. കാരണം ഇങ്ങനെ അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 23-ാം തീയതിയാണ് റിപ്പോർട്ട് DGPക്ക് കിട്ടിയത്. ഒരു നടപടിയും അതിന്മേൽ ഉണ്ടായില്ല, അടയിരിക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ പുറത്തു വരുന്നത് കോൺഗ്രസ് പാർട്ടിയിലെ ഈ പറയുന്ന പരിഭവം അത് കാരണമാണ്. ഈ ഒരു ആശങ്ക, ഇത് നേരിട്ട് പുറത്തു പറയാൻ പറ്റുകയില്ല, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ട് ഇത് പുറത്തു വരുന്നു ഈ റിപ്പോർട്ട്. അല്ല, ഈ റിപ്പോർട്ട് കൊടുത്തു എന്നുള്ള കാര്യം. അതിനുശേഷമാണ് ഇപ്പോൾ ഈ വാർത്തകൾ വന്നതോടുകൂടി
വിശദീകരണം ആവശ്യപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ കൂടുതൽ വ്യക്തത വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് DGP അന്വേഷണ സംഘത്തിന് ഈ റിപ്പോർട്ട് മടക്കി നൽകിയിരിക്കുന്നത്. ഇനി എന്ന് ഇതിന്മേൽ അന്വേഷണം പൂർത്തിയാകാനാണ്? അതിനും നടപടിക്രമങ്ങൾ പാലിക്കണമല്ലോ. അപ്പോഴേക്ക് DGP ആകും MR അജിത് കുമാർ. അത് ഈ സർക്കാർ പാർട്ടിക്ക് നാണക്കേടാണ്, പാർട്ടിക്കും മുന്നണിക്കും നാണക്കേടാണ്. അതെ മഞ്ജുഷ്, ഇതിനകത്ത് അങ്ങനെ സംരംഭം ഉണ്ടാകണമല്ലോ. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ പ്രതിപക്ഷവും സർക്കാരും ഒന്നാണ്. MR അജിത് കുമാറിനെ സംരക്ഷിച്ച പിണറായി വിജയനാണ്. അതേ സംരക്ഷണം അടുത്ത സർക്കാർ തുടരുന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം അതിൽ സന്തുഷ്ടരാണ്, അവർക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കോൺഗ്രസിലെ ഒരു വിഭാഗം യഥാർത്ഥ പ്രതിപക്ഷമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നുണ്ടെങ്കിൽ അവർ പാർട്ടി മുന്നോട്ട് വെച്ച അതേ ആവശ്യങ്ങൾ നടപ്പിലാക്കാൻ സർക്കാരിനെ ഫോഴ്സ് ചെയ്യുന്നുണ്ടെങ്കിൽ അവരാണ് യഥാർത്ഥ പ്രതിപക്ഷം. പ്രതിപക്ഷം നിലവിലെ അവസ്ഥയിൽ ആവശ്യമുണ്ട്. അത് കോൺഗ്രസിൽ ഈ പ്രതിഷേധ സ്വരം ഉയർത്തുന്ന ആൾക്കാർക്ക് നേരെയാണ്. അതെ, അതും നല്ലതാണ്. കാരണം സ്വന്തം പാർട്ടിയിലെ ഒരു വിഭാഗം നേതാക്കളും പ്രവർത്തകരും തന്നെ സർക്കാരിനെ കൃത്യമായിട്ട് വരച്ച വരയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറാവുന്നുണ്ടെങ്കിൽ അതീവ ദുർബലമായ ഒരു പ്രതിപക്ഷത്തിന്റെ ആവശ്യം ഇത് തന്നെയാണ്. MR അജിത് കുമാറിനെതിരെ നടപടി എടുക്കരുത്. കാരണം MR അജിത് കുമാറിനെതിരെ നടപടി എടുത്തു കഴിഞ്ഞാൽ അവർ ഭരണപക്ഷത്തിരുന്നപ്പോൾ അവർക്ക് വേണ്ടി ചെയ്ത ഒരുപാട് കാര്യങ്ങൾ രഹസ്യമായി ചെയ്തു കൊടുത്ത ഒരാളിനെ ബലിയാടാക്കാൻ അവർക്ക് താല്പര്യമില്ല. അപ്പൊ നിലവില് കേരള രാഷ്ട്രീയം വളരെ രസകരമായ ഒരു ഇന്റർസെക്ടിങ് പോയിന്റിലാണ് വന്ന് നിൽക്കുന്നത്. അതായത് പ്രതിപക്ഷത്തിനും സർക്കാരിനും ഏതാണ്ട് ഒരേ ആവശ്യമാണ്, ഒരാളിനെ സംരക്ഷിക്കണം. അപ്പൊ ഭരണപക്ഷത്തിന്റെ ഭാഗമായ പാർട്ടി അതിനെതിരെ ശബ്ദം ഉയർത്തുന്നു. അപ്പൊ ഇത് ജനാധിപത്യത്തിന്റെ രസകരമായ വൈരുദ്ധ്യങ്ങളൊന്നാണ്. ഞാൻ അത് വളരെ രസകരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇത്തരം ആൾക്കാരെ സംരക്ഷിക്കുക, കാരണം ഈ പറഞ്ഞ അജിത് കുമാറിനെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥര് ഭരണത്തിൽ ആരൊക്കെ ഇരിക്കുന്നോ അവർക്കൊക്കെ വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ കൃത്യമായി ചെയ്തു കൊടുത്ത് അവർക്കിടെ പ്രീതി പിടിച്ചു പറ്റാനുള്ള കാര്യങ്ങൾ കൃത്യമായി ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെയൊക്കെ ചരിത്രം അത് തന്നെയാണ് തെളിയിക്കുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും, അതിന് BJP എന്നോ കോൺഗ്രസ് എന്നോ മുസ്ലിം ലീഗ് എന്നോ ഇടതുപക്ഷമെന്നോ ഒന്നും ഒരു വ്യത്യാസവുമില്ല, അവരെല്ലാവരുടെ ആൾക്കാരാണ്. അപ്പൊ ഇവർക്ക് പ്രതിബദ്ധത ഇല്ലാത്ത ജനങ്ങളോട് മാത്രമാണ്. അപ്പം ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആൾക്കാരെ കണ്ടെത്തി അവർക്കെതിരെ ശിക്ഷാ നടപടി വേണമെന്ന് ജനം തന്നെ ആവശ്യപ്പെടുകയും അതിനു വേണ്ടിയിട്ട് സർക്കാരിനെ നിർബന്ധിക്കുകയും ചെയ്യണം. അത് വളരെ നല്ല പ്രാക്ടീസ് തന്നെയാണെന്നാണ് എന്റെ പോയിന്റ്. ശരി, ശ്രീകുമാർ, അതായത് പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും ഒരേ സ്വരമാണ്. അതാണല്ലോ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും കേട്ടത്. ഇനി ഇതിന് നടപടിക്രമങ്ങൾ വേണ്ടിവരും, ധൃതി കാട്ടേണ്ട ആവശ്യമില്ല, ഇത്തരത്തിലുള്ള വാക്കുകൾ അതുകൊണ്ടാണല്ലോ വന്നിരിക്കുന്നത്. പ്രതിപക്ഷം ഇക്കാര്യത്തിൽ മിണ്ടില്ല. കോൺഗ്രസിലെ തന്നെ ഒരു വിഭാഗം പ്രതിപക്ഷമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, പല വിഷയത്തിലായി ഇപ്പോൾ. ശ്രീ മഞ്ജുഷ, ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ. അതായത് BJPക്കാണെങ്കിലും CPM-നാണെങ്കിലും MR അജിത് കുമാറിന്റെ കാര്യത്തിൽ വലിയ ആശങ്കയൊന്നും ഉണ്ടാവേണ്ട കാര്യമില്ല. കാരണം അവർക്കൊക്കെ പ്രിയപ്പെട്ട ആളാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസ്സുകാർക്കും മാത്രമാണ് 10 വർഷത്തെ പിണറായി ഗവൺമെന്റിന്റെ പോലീസ് സംവിധാനത്തിൽ പ്രവർത്തിച്ച ഒരാളെ ഇനി ആ സംവിധാനത്തിൽ പാടില്ലെന്നുള്ള ചിന്തയുള്ളത്. അതുകൊണ്ടാണ് ഞാൻ വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്, ഇത് ഗവൺമെന്റിന്റെ നിലപാട് എന്നുള്ളത് ഗവൺമെന്റ് എടുക്കട്ടെ. കാരണം എന്താ വെച്ചാൽ ഈ റിപ്പോർട്ടിൽ എന്താ പരാമർശമെന്നോ ഒരു DGPയുടെ കയ്യിലുള്ള റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് തിരിച്ചേൽപ്പിക്കുന്നൊന്നും ഞാൻ കരുതുന്നില്ല. പക്ഷെ എന്താണ് റിപ്പോർട്ട് ഉള്ളതെന്ന് എനിക്കറിയില്ല. ശ്രീ മഞ്ജുഷ പറഞ്ഞാണെങ്കിൽ നടപടി എടുക്കാൻ ഒരു വകുപ്പില്ലെന്ന് പറഞ്ഞാൽ പിന്നെ നടപടി എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അതിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ആ റിപ്പോർട്ട് എന്താണെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഒരു കമന്റും പറയുന്നില്ല. പക്ഷേ DGP ആയിട്ട് ഇനിയിപ്പോ ഇങ്ങൾക്ക് പ്രൊമോഷൻ കൊടുക്കാനാണ് നീക്കം നിങ്ങൾ വിചാരിക്കുക. DGP ആയിട്ട് പ്രൊമോഷൻ കൊടുത്ത ശേഷവും ഈ ഉദ്യോഗസ്ഥനെ തീരെ അപ്രധാനമായ വകുപ്പിലേക്ക് ഒതുക്കാൻ നമ്മുടെ നാട്ടിൽ സംവിധാനം നടന്നിട്ടുണ്ട്. ഇവിടെ ശ്രീകുമാർ, അത് പാർട്ടിക്ക് നാണക്കേടാണ് കേട്ടോ. ഈ ഉദ്യോഗസ്ഥൻ DGP തസ്തികയിൽ ഇരിക്കുന്നത് അല്ലല്ല, അത് പാർട്ടിക്കും മുന്നണിക്കും നാണക്കേടാണ്. അല്ലല്ല, സംഘപരിവാറുമായിട്ടുള്ള പാലമായിട്ട് പ്രവർത്തിച്ചയാളാണ് MR അജിത് കുമാർ എന്ന് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഉച്ചത്തിൽ പറയുകയും ഇപ്പോൾ DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്യുകയും ചെയ്താൽ? അജിഷ, ഞാൻ പറഞ്ഞു തീർക്കട്ടെ. നിങ്ങൾ സത്യനും അതുപോലെ അദ്ദേഹം സംസാരിച്ചപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധാപൂർവ്വമായിരുന്നല്ലോ. ശ്രീ ജോർജ് ജോസഫ് സംസാരിച്ചപ്പോൾ ഞാൻ പറയട്ടെ. അതായത് ഭരണത്തിലിരിക്കുമ്പോൾ ഇങ്ങനെ ചില കാര്യങ്ങൾ വേണ്ടിവരും. ശ്രീകുമാർ, ചിലപ്പോൾ വിമർശനങ്ങൾ കൂടും. അല്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ പറയട്ടെ, പറഞ്ഞിട്ട് വിമർശിച്ചോളൂ. അതായത് ഞാൻ പറയുന്ന കാര്യം പകുതിയായിട്ട് നിങ്ങൾ പറയുമ്പോൾ ഞാൻ പറയുന്നത് മുറിഞ്ഞു പോവല്ലേ. അതായത് DGP ആയിട്ട് പ്രൊമോഷൻ കൊടുക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് മഞ്ജുഷിന്റെ ആക്ഷേപം. ഞാൻ പറയുന്നത് DGP ആയിട്ട് പ്രൊമോഷൻ കൊടുത്താൽ തന്നെയും അദ്ദേഹത്തെ അപ്രധാന വകുപ്പിലേക്ക് ഒതുക്കാൻ കഴിയുന്ന സംവിധാനം കേരളത്തിലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്താൽ തന്നെ DGP ആയിട്ട് പ്രൊമോട്ട് ചെയ്താൽ തന്നെ അത് ഈ അടി കൊണ്ട് പുറം പൊളിഞ്ഞ ആളുകളില്ലേ അവരുടെ മുഖത്തടിക്കുന്നതിന് തുല്യമായിരിക്കും. നോക്കൂ മനുഷ്യൻ, ഞാൻ ആർക്കും നല്ലല്ലോ പറഞ്ഞു. ഞാൻ പറയട്ടെ, നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കൂ. അതായത് DGP ആയിട്ട് പ്രൊമോഷൻ കൊടുക്കുന്നത് നിങ്ങളാ പറയുന്നത്, ഞാനല്ല.
DGP ആയിട്ട് അയാൾക്ക് പ്രൊമോഷൻ കൊടുത്തു എന്ന് വിചാരിക്കാൻ ഞാൻ അങ്ങോട്ട് പറഞ്ഞു. ഇത് സങ്കല്പമല്ല ഞാൻ പറഞ്ഞേ. അങ്ങനെ ആണെങ്കിൽ തന്നെ അയാളെ അപ്രധാനമായ പദവിയിലേക്ക് മാറ്റാനുള്ള സംവിധാനം ഉണ്ടെന്ന് ഞാൻ പറയാൻ കാരണം, DGP ആയിരുന്ന രാജൻ കേസിലത്തെ മധുസൂദൻ, DGP മധുസൂദനെ ചാലക്കുടി റിഫ്രാക്ടറീസ് എന്നുള്ളൊരു കൊച്ചു സ്ഥാപനം ഇപ്പോൾ ഉണ്ടോ എന്ന് തന്നെ അറിയാൻ വയ്യ, അതിലേക്ക് മാറ്റി. പഴയ ജേക്കബ് തോമസിനെ നമ്മുടെ ഷൊർണൂറുള്ള ഏതോ ഒരു വെട്ടോത്തി ഉണ്ടാക്കുന്ന ഒരു കമ്പനിയിലേക്ക് MD ആയിട്ട് മാറ്റി. ഇതൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇനി അതവിടെ നിൽക്കട്ടെ, അത് നിങ്ങൾ പറഞ്ഞുകൊണ്ട് പറഞ്ഞ. പക്ഷേ ഈ അജിത് കുമാറിനെതിരെ ഒരു കോൺഗ്രസ്സുകാർക്കും നാട്ടുകാർക്കും വോട്ടർമാർക്കും വിശ്വാസയോഗ്യമല്ലാത്തൊരു നടപടി എടുക്കാതെ ഈ VD സതീശൻ എന്ന മുഖ്യമന്ത്രിക്കും KPCCക്കും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയ്ക്കും കേരളത്തിലെ കോൺഗ്രസ് മുഖത്ത് നോക്കാൻ പറ്റുമോ? നിങ്ങൾ മനസ്സിലാക്കൂ, അവര് നടപടി എടുക്കുമേ. അതാണ് പറഞ്ഞ കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ. അതുകൊണ്ടാണ് ഞാൻ അവരുടെ ഭാഗത്തു നിന്നും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളെ തല്ലിയത് മാത്രമല്ല, അവരൊരാൾ MLA ആണ്, അവരെ തല്ലിയതിൽ വഴിപാടായിട്ട് നടപടി എടുക്കാതെ ഇക്കാര്യത്തിൽ ADGPക്കെതിരായ നടപടി എടുക്കാതെ നാളെ ഇവര് പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസ്സുകാർ വിശ്വസിക്കുവോ? ജനങ്ങൾ വിശ്വസിക്കുവോ? ഇല്ല. അതുകൊണ്ടൊരു നടപടി ഉണ്ടാകും. ഇത് പോലീസ് സംവിധാനത്തെ കുറിച്ച് ഞാൻ നേരത്തെ പറയാൻ കാരണം, ഞാൻ ഒരു ഉദാഹരണം കൂടെ പറയാം. പഴയ കാലത്ത് DGP ആയിരുന്ന രമൺ ശ്രീവാസ്തവ, അദ്ദേഹം കോൺഗ്രസിൽ കരുണാകരന്റെ, ശ്രീ ജോർജ് ജോസഫിനൊക്കെ നന്നായിട്ട് അറിയാം, കരുണാകരന്റെ സ്വന്തം ആളായിരുന്നു. തൃശ്ശൂരിൽ DYFIയുടെ കളക്ടറേറ്റ് വളയിൽ അവരെ മർദ്ദിച്ച കേസിൽ നയനാർ, അദ്ദേഹത്തെ കുറിച്ച് നടത്തിയ പരാമർശവും വളരെ മോശമായിരുന്നു. EK നായനാര്, അദ്ദേഹത്തെ പിണറായി വിജയൻ അവരുടെ പോലീസ് ഉപദേഷ്ടാവായി വെച്ചു. അതാണ് സർക്കാർ സംവിധാനം, അതാണ്. അതിൽ ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ അതുമായിട്ട് ഞാൻ താരതമ്യം ചെയ്യുന്നില്ല. മറിച്ച് ADGP MR അജിത് കുമാറിനെതിരെ UDF ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും, ആ ആരോപണങ്ങൾ ഉന്നയിച്ച നേതൃത്വം ഇന്ന് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും KPCC പ്രസിഡന്റായ മന്ത്രിയുമാണ്. അവർക്കതിൽ കൃത്യമായ നടപടിയെടുത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വിശ്വാസയോഗ്യമായ നടപടി എടുത്തില്ലെങ്കിൽ, വോട്ടർമാർക്ക് വിശ്വാസയോഗ്യമായ നടപടി എടുത്തില്ലെങ്കിൽ നാളെ അവരെ ഉത്തരം പറയേണ്ടി വരുന്ന മാത്രമല്ല, അവരെ കോൺഗ്രസ് പ്രവർത്തകർ പോലും വിശ്വസിക്കാത്ത അവസ്ഥ വരും. പ്രക്ഷോഭവും കാര്യങ്ങളൊന്നും ഉണ്ടായില്ലെന്നിരിക്കും, പക്ഷെ വിശ്വസിക്കില്ല. കാരണം യൂത്ത് കോൺഗ്രസ് തലതല്ലി ഇപ്പോൾ മുഖമുഖപ്പാണ്, പക്ഷെ അത് കുറച്ചുകൂടി ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ വരും അങ്ങനെയാണെങ്കിൽ. ശ്രീകുമാർ സാർ പറയുന്നത് അല്ല, മഞ്ജുഷ്, ശ്രീകുമാർ സാർ പറയുന്നത് എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഈ ഒരു രക്ഷയില്ലെങ്കിൽ അദ്ദേഹത്തെ DGP ആക്കി സ്ഥാനക്കയറ്റം കൊടുത്ത് അപ്രധാന വകുപ്പിലേക്ക് മാറ്റി ശിക്ഷിക്കുമെന്നാണ്. അങ്ങനെയല്ല പറഞ്ഞേ. അത് മഞ്ജുഷ് പറഞ്ഞതിന് ഞാൻ ഒരു സാങ്കല്പികമായ ഒരു മറുപടി കൊടുത്തതാണ്. അതായത് ഇതിന്റെ ഉദാഹരണം ഞാൻ കാണിച്ചല്ലോ. അത് മുൻ DGP ആയിരുന്ന ജേക്കബ് തോമസിനെ ഷൊർണൂർ മെറ്റൽ എന്തോ ഇൻഡസ്ട്രീസോ അതിന്റെ ജേക്കബ് തോമസിനെതിരെ അങ്ങനെ ഒരു നടപടി ഉണ്ടായിരുന്നു. പക്ഷേ അത് താങ്കൾ പറയുകയും ചെയ്തു, കോൺഗ്രസുകാർക്ക് അങ്ങനെ ഒരു നടപടിയിൽ തൃപ്തി ഉണ്ടാകാൻ ഒരു ശിക്ഷിക്കുന്നതൊക്കെ വളരെ അപൂർവമായ സംഗതിയാണ്. അല്ല, ഞാൻ പറഞ്ഞ വ്യാഖ്യാനിക്കരുത്. കാരണം ഞാൻ പറഞ്ഞ എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ ആക്കിയാൽ തന്നെ മറുപടി ഉണ്ടാവും. എന്ത് നിങ്ങൾ പറയുന്നത്? ഒരു പോലീസ് DGP ആയിരുന്ന ഒരാളെ ആരും അറിയാത്ത ഒരു കമ്പനി, ഇപ്പൊ കുണ്ടറ സിറാമിക്സിന്റെ MD ആക്കിയാൽ അത് അർത്ഥം എന്താ? ഇതിലും വലിയ ഒരു ലജ്ജാകരമായ നടപടി ഉണ്ടാവുമോ? എത്രയോ സ്ഥാപനങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ MD ആക്കാൻ പറ്റുന്ന സ്ഥാപനങ്ങൾ എത്രയോ ഉണ്ട്. അത് ഇനി അദ്ദേഹം പറഞ്ഞതാണ്, നിങ്ങൾ ഇങ്ങനെ DGP ആക്കാൻ കാത്തിരിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞത്. പക്ഷേ DGP ആയി പ്രൊമോഷൻ കൊടുക്കാൻ കാത്തിരുന്നാൽ നിയമപരമായിട്ടും അതുപോലെ ഗവൺമെന്റ് സംവിധാനത്തിലും എന്താണെന്ന് എനിക്ക് അറിയില്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു. കോൺഗ്രസിന്റെ കാഴ്ചപ്പാട് ഇദ്ദേഹത്തിനെതിരെ കൃത്യമായ നടപടിയെടുത്ത് ജനങ്ങളുടെ വിശ്വാസം, കോൺഗ്രസ് പ്രവർത്തന വിശ്വാസം ഇവിടെ നിൽക്കട്ടെ, രണ്ടാമതാ ജനങ്ങളുടെ വിശ്വാസം. എന്താ ജനങ്ങളുടെ വിശ്വാസം? ഇവര് അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് പറഞ്ഞ എന്താണ്? ആ പറഞ്ഞൊക്കെ വിഴുങ്ങിയോ? നിങ്ങളെയും ADGP അജിത് കുമാർ, അജിത് കുമാറിന്റെ പക്ഷത്തേക്ക് നിങ്ങളും ചാഞ്ഞോ എന്നൊരു ചോദ്യം നേരിടേണ്ടി വരും. അത് നേരിടേണ്ടി വരാനുള്ള സംവിധാനവും സാഹചര്യവും നേരിടേണ്ടി വരാനുള്ള സാഹചര്യം ഒരുക്കുവോ ഗവൺമെന്റ്? ഒരുക്കില്ല. അതിപ്പോൾ തന്നെ തുടങ്ങിയിട്ടുണ്ട്, അങ്ങനെ ഒരു സാഹചര്യം വന്നു തുടങ്ങിയിട്ടുണ്ട്. സംരക്ഷിക്കുന്നു എന്നുള്ള ഒരു ടോൺ വന്നിട്ടുണ്ട്. ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടുകൂടി അത് കൂടുതൽ ശക്തമായിട്ടുണ്ട്. ശ്രീ ജോർജ് ജോസഫ്, ഇങ്ങനെ DGP ആക്കിയിട്ട് ഒരു അപ്രധാനമായ പദവിയിലേക്ക് ചിലപ്പോൾ MR അജിത് കുമാറിനെ മാറ്റിയേക്കാം. കാരണം സർക്കാരിന് ഇക്കാര്യത്തിൽ നടപടിക്രമങ്ങൾ പാലിക്കേണ്ടതുണ്ട്. മുൻ അനുഭവങ്ങളുണ്ട്, പിണറായി സർക്കാരിനും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമ്പോൾ തുടർന്ന് കോടതിയിൽ പോയി അനുകൂലമായ ഉത്തരവ് വാങ്ങുന്നത്. അപ്പോൾ അത് നെഗറ്റീവായി മാറും, സർക്കാരിന് പ്രതിച്ഛായ മോശമാകും. അതുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. അതിന്ന് മുഖ്യമന്ത്രിയുടെ ന്യായം കൂടിയായിരുന്നു അത്. അല്ല, ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അതൊന്നും അല്ല അവർ ചിന്തിക്കുന്നത്. ഇദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കുമോ, ഡബിൾ പ്രൊമോഷൻ കൊടുക്കുമോ, എന്ത് വേണം ചെയ്തോട്ടെ. അദ്ദേഹത്തെ സംസ്ഥാന DGP ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ട് തടസ്സമില്ലാന്ന്. പക്ഷെ അദ്ദേഹം കാണിച്ചത് എന്താണ്? ആ രണ്ട് നിരപരാധികളെ തല്ലിച്ചതയ്ക്കുന്നത് നമ്മൾ കണ്ടല്ലോ.
അതിനെടുത്ത കേസിനകത്ത് അദ്ദേഹം പെർഫെക്റ്റ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി, കേസ് ഡയറി മാറ്റി. നമുക്ക് അതിനോട് എതിർപ്പുള്ളൂ. അദ്ദേഹം DGP ആവുന്ന സന്തോഷം, അദ്ദേഹം DGP ആയിക്കോട്ടെന്നേ. പക്ഷെ ആ കേസ് ഡയറി തിരുത്തിയതിനാണ് രണ്ട് SI-മാരെ അവിടെ വിളിച്ചു വരുത്തി. ഒറിജിനൽ കേസ് ഡയറിയുടെ കോപ്പി അവരുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അത് തന്നെയല്ല, ആ കേസ് ഡയറിക്കെതിരായി അദ്ദേഹം ചലിച്ചു, അവരുടെ മൊഴികളെല്ലാം തിരുത്തി എഴുതിച്ചു, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി. ഇതൊക്കെയാണ് നമ്മൾ കേട്ട കാര്യങ്ങൾ. അതിനെ സംബന്ധിക്കുന്ന അന്വേഷണം ഷൗക്കത്ത് അലിയാണ് നടത്തിയെന്നാണ് ഞാൻ കരുതുന്നത്. പക്ഷേ ആലപ്പുഴയിൽ അന്നിരുന്ന തെരേസ ജോസഫ് അവർ അതിന് ഈ കേസ് ഡയറിയെല്ലാം കൃത്യമായിട്ട് എഴുതിച്ചു വെച്ചിട്ട് പോയതാണ്. അവരെ അവിടുന്ന് മാറ്റി. നമുക്കതല്ല പ്രശ്നം. ഇങ്ങനെ ചെയ്തൊരു പോലീസ് ഉദ്യോഗസ്ഥനെതിരായിട്ട് കേസെടുക്കണ്ടേ? നമുക്കതേ താല്പര്യമുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തോളൂ, ഒരു തടസ്സവും ഇല്ല. അദ്ദേഹത്തിന് ആനുകൂല്യം കിട്ടിക്കോളൂ. ഒരു റിപ്പോർട്ട് വേണ്ടേ? ഒരു DGP അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേട്ടോളൂ. ആരാണ് ഇദ്ദേഹം ഇന്നസെന്റ് ആണ്, ഇദ്ദേഹത്തിന് ഇല്ല എന്ന് പറഞ്ഞ റിപ്പോർട്ട് കൊടുത്ത ആരാണ്? അത് DGP എടുത്തിരിക്കുന്ന ആ ഉദ്യോഗസ്ഥനെ പ്രതി ചേർത്തുകൊണ്ട് വേണം പ്രൈവറ്റ് കംപ്ലൈന്റ് കൊടുത്തിരിക്കുന്ന ആൾക്കാർ മുന്നോട്ട് പോകാൻ. ഈ പോലീസിന്റെ സഹായം കിട്ടിയിട്ടില്ലെങ്കിൽ ശരി, ആ MLA-യും ആ അഡ്വക്കേറ്റ് ജുവൽ തോമസും കൂടെ ഈ ഫോൾസ് റിപ്പോർട്ട് ഗവൺമെന്റിൽ കൊടുത്ത് DGP മുമ്പിൽ എത്തിച്ചിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനുണ്ട്. ഏത് ഉദ്യോഗസ്ഥനാട്ടെ, അയാളെ കൂടെ പ്രതിയാക്കി വേണം ആലപ്പുഴയിൽ അവരുടെ കേസ് ഇനി മുന്നോട്ട് പോകാൻ. ഇനി ഈ MR അജിത് കുമാറിനെതിരെ പരാമർശം ഇല്ലാത്തത് കൊണ്ടായിരിക്കുമോ ഇനി റിപ്പോർട്ടിൽ വ്യക്തത വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മടക്കിയിരിക്കുന്നത്? ആ വ്യക്തത ആവശ്യപ്പെട്ടത് അതുകൂടി ഉണ്ടല്ലോ അല്ലെ? നമ്മൾ ആ വശം കൂടി ചിന്തിച്ചാൽ ഇല്ലില്ല. അങ്ങനെ ഈ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം, തല്ല് കണ്ടു, എല്ലാം കണ്ടു. നിയമപരമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ആരാണ് ചെയ്തിരിക്കുന്നത് അവർക്കെതിരായിട്ട് 5 പേർക്കെതിരായിട്ട് നടപടി വരുന്നതാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. പക്ഷേ അത് ചെയ്യിച്ചിട്ട് ആ കേസ് ഡയറി മാറ്റിയതാരാണ്? അങ്ങനെ ഏത് റാങ്കിലുള്ള ആയാലും അങ്ങനെ പ്രതിയാക്കണ്ടേ? അതേ ആ കുറ്റം ചെയ്തില്ല എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനുണ്ടെങ്കിൽ USP SP ആയിരിക്കും. ഞാൻ ചോദിച്ചത് അതല്ല, അങ്ങനെയാണെങ്കിൽ അങ്ങനെ MR അജിത് കുമാറിനെതിരെ പരാമർശമില്ലാത്ത റിപ്പോർട്ട്, ആ റിപ്പോർട്ടിൽ കൂടുതൽ വ്യക്തത തേടുക എന്ന് പറഞ്ഞാൽ അജിത് കുമാറിനെതിരെയുള്ള ആ ആരോപണമുണ്ടല്ലോ, ആ മൊഴിയുണ്ടല്ലോ, അത് കൂടുതൽ പരിശോധിക്കുക എന്നുള്ള നിർദ്ദേശമാവാമല്ലോ DGP നൽകിയിട്ടുള്ളത്. അതും അങ്ങനെയും നമുക്ക് പറയാമല്ലോ. ഇല്ല, അതിന് പ്രിലിമിനറി എൻക്വയറി റിപ്പോർട്ട് അവിടെ ചെന്നിട്ടുണ്ട്. അതിനകത്ത് ഒരു ഒഫൻസ് ഇല്ല, പിന്നെ എന്ത് റിപ്പോർട്ടാണ്? അപ്പോൾ അതുകൊണ്ട് ഇനി വരുത്തിയിട്ടൊന്നും വലിയ കാര്യം. അപ്പോൾ കോൺട്രഡിക്ടറി റിപ്പോർട്ടാവും. കോടതി പോയാൽ അദ്ദേഹത്തിന് നല്ല MR അജിത് കുമാർ നല്ല സപ്പോർട്ട് കോടതിയുടെ ഭാഗത്തു നിന്ന് കിട്ടും. ആദ്യത്തെ റിപ്പോർട്ടിനെതിരാണ് കുറ്റക്കാരനല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥനെ പ്രതി ചേർത്ത് AD തോമസും മറ്റേരും മുന്നോട്ട് പോകണമെന്ന് ഞാൻ പറയണേ. ഇവരെ രണ്ടുപേരെയും പ്രതിയാക്കി വേണം മുന്നോട്ട് പോകാൻ. കാരണം ഇപ്പോൾ നമുക്ക് ഗണേഷ് കുമാറിൻ്റെ കേസ് അറിയാമല്ലോ. എല്ലാവരും അന്നത്തെ അധികാരത്തിലിരുന്നവരെല്ലാവരും ഗണേഷ് കുമാറിനെ സഹായിച്ചിട്ട് കേസില്ലാതെ വന്നപ്പോൾ അത് പ്രൈവറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് കൊട്ടാരക്കര കോടതിയിൽ ഇപ്പം നടക്കുകയാണ്. അതിനകത്ത് ഗണേഷ് കുമാറിന് ശിക്ഷ വരുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എല്ലാവരും കൃത്യമായ മൊഴി അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിയമ സംവിധാനങ്ങളുണ്ട്. അത് ഏത് ഗവൺമെൻറ് വന്നാലും ശരി, ആരെയെങ്കിലും സംരക്ഷിച്ചാലും നിലനിൽക്കത്തില്ല. അദ്ദേഹത്തിന് DGP സ്ഥാനം കൊടുത്തിട്ട് ഒരു ഷെഡിൽ കൊണ്ടിരുത്തി എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. DGPയുടെ ശമ്പളം അദ്ദേഹത്തിന് കൃത്യമായിട്ട് കിട്ടും. പക്ഷേ അങ്ങനെയല്ല, അദ്ദേഹത്തിനെതിരായി അദ്ദേഹം ഒരു പെർഫെക്റ്റ് ഇൻവെസ്റ്റിഗേഷന് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിനെതിരായി അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്ത് നിർത്തണം. അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുത്തോളം ഇവിടെ ആർക്കും തടസ്സമില്ല. ഇവിടെയാണ് നമ്മൾ അവരുമായിട്ട് വ്യത്യസ്തമായി ചിന്തിക്കുന്നത്. ജനങ്ങൾ ചിന്തിക്കുന്നത് അങ്ങനെയാണ്. ഈ തല്ല് കൊടുത്ത ആൾക്കെതിരായിട്ട് ഒരു നടപടി ഇല്ലാതെ മുന്നോട്ട് പോയാൽ അദ്ദേഹത്തിന് പ്രൊമോഷൻ കൊടുക്കുമോ എന്തുവേണം ചെയ്തോളൂ, ഇവിടുത്തെ സംസ്ഥാന DGP ആയിക്കോളൂ എന്ന് ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങൾ. നിയമപരമായിട്ട് മുന്നോട്ട് പോകണം. അദ്ദേഹത്തിന് ശമ്പളത്തിന് ഒരു കുറവും ഉണ്ടാകത്തില്ല, ശമ്പളം കിട്ടിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് ഇനി ഈ ഒരു കാര്യത്തിൽ മുന്നോട്ടൊരു നടപടി ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല. ശരി, ശ്രീ സിബി സത്യൻ, ഈ നിലപാടുകളുടെ തമ്പുരാനാണ് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ. ഇങ്ങനെ നിലപാടുകളിൽ ശക്തമായി ഉറച്ചു നിൽക്കുന്നയാൾ എന്തുകൊണ്ട് MR അജിത് കുമാറിനെ സംരക്ഷിക്കണം? അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ടല്ലോ. ഇന്ന് മറ്റേ ഗവൺമെന്റ് പ്ലീഡർ നിയമന കാര്യത്തിൽ ഈ KSUക്കാരല്ല തീരുമാനിക്കുന്നത് എന്നുള്ള നിലപാടെടുത്തയാളാണ് മുഖ്യമന്ത്രി VD സതീശൻ. അത് പാർട്ടിക്കാരുടെ ഒരു അനഭിമതനായി മാറുവാനുള്ള കാരണമായിട്ടുണ്ട് ഈ പരാമർശവും. പക്ഷേ അപ്പോഴും നിലപാടുകളുണ്ട് എന്നുള്ള കാര്യമാണല്ലോ VD സതീശനെ വ്യത്യസ്തനാക്കുന്നത്. പക്ഷേ ഇവിടെ എന്തുകൊണ്ട് സംരക്ഷിക്കണം ഈ പറയുന്ന MR അജിത് കുമാറിനെ? മഞ്ജുഷ്, ഇന്നത്തെ ശ്രീ VD സതീശന്റെ സമ്മേളനം കണ്ടു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ശരീരഭാഷയിൽ ഈ പറഞ്ഞതുപോലെ KSUക്കാരെ കുറിച്ചും യൂത്ത് കോൺഗ്രസുകാരെ കുറിച്ചും ഒക്കെ പറയുമ്പോൾ അതിഭയങ്കരമായ ഒരു പുച്ഛസ്വരവും ഒക്കെ ഉണ്ടായിരുന്നു. അതായത് പക്ഷെ ഞാനതിനെ ഈ കംപ്ലീറ്റ് ആയിട്ട് ശ്രീ VD സതീശന്റെ മാത്രം ഒരു കുഴപ്പമായിട്ടല്ല കാണുന്നത്. ഒരു മന്ത്രിസഭയുണ്ട് ഇവിടെ.
മുഖ്യമന്ത്രി നേതൃത്വം നൽകുന്ന ഒരു മന്ത്രിസഭയുണ്ട്. ആ മന്ത്രിസഭയിൽ പരിചയസമ്പന്നരായ ആൾക്കാരും അല്ലാത്ത ആൾക്കാരും സംഘടനാ തലത്തിൽ ആദ്യകാലങ്ങളായിട്ട് പടവെട്ടി മുന്നോട്ട് വന്നവരും KPCC പ്രസിഡന്റ് അടക്കമുള്ളവരുണ്ട്. ഇവരെല്ലാം കൂടെ ഒന്നിച്ചു നിന്നിട്ടാണ് അന്ന് ഈ എന്താ പറയുന്നത് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ നടത്തിയ ഗുണ്ടായിസത്തിനെതിരെ ശക്തമായി സമരം ചെയ്തത്. 1-2 ദിവസം സമരമല്ല, ഒരു വർഷത്തോളം അവർ അതിഭീകരമായ സമരം ചെയ്യുകയും ഇവര് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാരെയൊക്കെ പിടിച്ച് എന്തോ കാട്ടിക്കൂട്ടുമെന്നൊക്കെ പറയുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ അതിനുശേഷം ഇവർ അധികാരത്തിൽ വന്നു. ഭയങ്കര ഫാൻഫെയറോട് കൂടിയിട്ട് ശ്രീ ഷൗക്കത്ത് അലിയെ പ്രത്യേക അന്വേഷണ സംഘം തലവനാക്കി വെക്കുന്നു. അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. നമ്മൾ പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വായിച്ച റിപ്പോർട്ടുകൾ അനുസരിച്ച് 2 ഗ്രേഡ് SI മാർ മൊഴി കൊടുക്കുന്നു. ശ്രീ അജിത് കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഞങ്ങൾ മാറിയത്. അവസാനം റിപ്പോർട്ട് വരുന്നു അജിത് കുമാറിനകത്ത് പങ്കൊന്നുമില്ല, കാരണം അജിത് കുമാർ എനിക്കറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം എനിക്കറിയില്ല എന്ന് പറഞ്ഞതോട് കൂടിയിട്ട് അതിനാണ് ഏറ്റവും വലിയ തലക്കെട്ടായി മാറിയത്. മറ്റ് 2 ഗ്രേഡ് SI മാർ കള്ളം പറയുകയാണ്. അപ്പൊ അവരെ സസ്പെൻഡ് ചെയ്യുകയോ അല്ലെങ്കിൽ ഡിസ്മിസ് ചെയ്യുകയോ അല്ലെങ്കിൽ ശിഷ്ടകാലം അവർക്ക് പെൻഷൻ നിഷേധിച്ചോ നമുക്ക് പ്രതികാരം ചെയ്യാം. അപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പൊ ഈ കേസ് എത്തി നിൽക്കുന്നത്. ഇതിനകത്ത് ഒരു VD സതീശന്റെ മാത്രം കുഴപ്പമൊന്നുമല്ല. ഇതെന്ന് പറയുന്നത് ഒരു പ്രസ്ഥാനം കഴിഞ്ഞ 10 വർഷം ഈ പറഞ്ഞതുപോലെ അധികാരത്തിന് പുറത്തു നിന്നൊരു പ്രസ്ഥാനം അവരത് ശക്തമായിട്ട് എന്താ പറയുന്നത് വർക്ക് ചെയ്തിട്ട് ഈ സർക്കാരിനെ അധികാരത്തിലേറ്റിയ സർക്കാർ ആ പ്രസ്ഥാനത്തിന് വേണ്ടി 100% നിൽക്കണമെന്നല്ല, ആ പ്രസ്ഥാനം പറയുന്നത് മാത്രം കേട്ട് നിൽക്കണമെന്നല്ല പറയുന്നത്. പക്ഷെ അവര് കടന്നുപോയ അവരനുഭവിച്ച ആ മാരകമായ പീഡനത്തിന്, അതായത് അതിനകത്ത് അനുഭവിച്ച ഓരോ ചെറുപ്പക്കാരനും അനുഭവിച്ചത് പാർട്ടിക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ അവരുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഏതെങ്കിലും നേട്ടത്തിന് വേണ്ടിയിട്ടോ പ്രശ്നത്തിന് വേണ്ടിയിട്ടോ അല്ല. അപ്പൊ അങ്ങനെ സന്ദർഭത്തില് പാർട്ടിക്ക് വേണ്ടിയിട്ട് ഇത്രയും ത്യാഗം അനുഭവിച്ച ഈ ആൾക്കാരെ കൈകാര്യം ചെയ്തവരെയും ആ കൈകാര്യം ചെയ്തവരെ സംരക്ഷിക്കാൻ തയ്യാറായവരെയും ഒക്കെ അതിൻ്റെതായ നിലയിൽ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അത് സർക്കാർ ചെയ്തില്ലെങ്കിൽ അത് സംഘടനയും സർക്കാരും തമ്മിലുള്ള ഒരു വലിയ ഡിസ്കണക്ട് ആയി മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. അവിടെ VD സതീശൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നതും അത് കയ്യടി കിട്ടുന്ന ഒരു കാര്യം കൂടിയാണ്. ഞാൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്, ഇതെല്ലാവരുടെയും സർക്കാരാണെന്നാണ്. കയ്യടി കിട്ടുന്ന ഒന്ന് തന്നെയാണ് ഇത്. അല്ലല്ല, കയ്യടിയുടെ കേസ് മാറ്റി വെക്കുക മഞ്ജുഷ്. ഞാൻ പറയുന്നത് ഇപ്പൊ ശ്രീ MR അജിത് കുമാറിനെ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ആര് കയ്യടിക്കുമെന്നാണ് കരുതുന്നത്? അദ്ദേഹത്തിന് മറ്റു പ്രസ്താവനകളുടെ കാര്യമാണ് ഈ GP നിയമനം. അല്ല, മുഖ്യമന്ത്രി എന്ന് പറയുന്നത് എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ്. പക്ഷെ ഒരു സംഭവം മനസ്സിലാക്കേണ്ടത് GP നിയമനത്തിൽ അടക്കം ഈ പറഞ്ഞതുപോലെ എന്താ പറയുന്നത് ഈ കേരളത്തിലെ ഒരു തൂപ്പ് ജോലിക്കാരനെ എടുത്തപ്പോൾ പോലും കൃത്യമായിട്ട് ഇടതുപക്ഷക്കാരന്റെ ശുപാർശ ഇല്ലാതെ എടുക്കാതിരുന്ന സർക്കാർ 10 വർഷം ഭരിച്ചത്. മനസ്സിലായി? അപ്പൊ അവർ അന്ന് കേരളത്തിലെ കോൺഗ്രസിന് വേണ്ടിയിട്ട് പടവെട്ടിയ ചെറുപ്പക്കാർക്ക് താൽക്കാലിക ജോലിക്ക് വേണ്ടിയിട്ട് DYFIയിൽ പോയി ജോയിൻ ചെയ്ത് ജോലി വാങ്ങിക്കാമായിരുന്നു. അവരൊക്കെ തിരിഞ്ഞു നിന്ന് അവരുടെ പാർട്ടിയിൽ ഉറച്ചു നിന്ന് പൊരുതിയത് കൊണ്ടാണ് ഇന്ന് ശ്രീ VD സതീശനും ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ സണ്ണി ജോസഫും ഒക്കെ അവരുടെ സ്ഥാനത്തിരിക്കുന്നത്. കാരണം ആ ചെറുപ്പക്കാരും ആ എൻ്റയർ പാർട്ടി കേഡറും നിന്നിട്ട് വർക്ക് ചെയ്തതുകൊണ്ടാണ്. അപ്പൊ നമ്മള് ഈ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണെന്ന് പറയുമ്പോൾ തന്നെ സംഘടനയെ പൂർണ്ണമായിട്ടും ത്യജിച്ചുകൊണ്ടോ അല്ലെങ്കിൽ എഴുതിത്തള്ളിക്കൊണ്ടോ ഞാൻ എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണെന്ന് പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. ഹിന്ദു ഐക്യവേദിക്കാരെ കണ്ടത് അത് എല്ലാവരുടെയും മുഖ്യമന്ത്രി ആയതുകൊണ്ടാണ് അവരെ പുറത്താക്കുന്നത് എന്റെ ശീലമല്ല. അല്ല, അദ്ദേഹം പറയുമ്പോൾ ഇപ്പുറത്ത് ചോദ്യം ഈ കോൺഗ്രസ്സുകാർ ഉന്നയിക്കുന്നുണ്ട്, അത് സോഷ്യൽ മീഡിയയിലാണെങ്കിലും. അപ്പോൾ PM നിയാസിനെ അന്ന് കാണാതിരുന്നത് എന്തുകൊണ്ടാണെന്ന് അദ്ദേഹവും ഒരു പരാതി ഉന്നയിക്കുവാനായിരുന്നുവല്ലോ വന്നത്. ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നിയമനത്തിൽ ഒരു പരാതിയാണല്ലോ അദ്ദേഹവും പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ അന്ന് കാണാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്നു, KPCC ജനറൽ സെക്രട്ടറി ആയിരുന്നു. അത് സ്വന്തം പാർട്ടിക്കാരനായതുകൊണ്ട് സ്നേഹം കൊണ്ട് കാണാതിരുന്നായിരിക്കും ചിലപ്പോൾ. പിന്നെ കാണാമല്ലോ, തിരക്കല്ലേ എന്ന് വിചാരിച്ചിട്ടായിരിക്കും. പക്ഷെ എന്തായാലും ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ നമ്മൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ പറയുന്നതൊന്നും ഭരണപക്ഷത്തിരിക്കുമ്പോൾ അതിന് ഘടകവിരുദ്ധമായി ചെയ്യുന്നത് ശരിയല്ല. ഞാൻ ഇതിന്റെ കൂടുതലായിട്ട് ബന്ധപ്പെടാത്തൊരു ഉദാഹരണം കൂടി പറയാം. അത് ഒരുപക്ഷെ മഞ്ജുഷിന് അടുത്തൊരു നല്ല ഇൻട്രസ്റ്റിംഗ് ചർച്ചയാക്കാനുള്ള വകുപ്പുണ്ട്. ഏറ്റവും നല്ല സംഭവം, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കോൺഗ്രസ് ഉന്നയിച്ച പ്രധാനപ്പെട്ട ആരോപണങ്ങളിലൊന്ന് ഈ എന്താ പറയുന്നത് കാർബറാണ്ടം എന്ന് പറയുന്ന കമ്പനിയുടെ, കാർബറാണ്ടം യൂണിവേഴ്സൽ എന്ന് പറയുന്ന കമ്പനി മണിയാർ ഒരു ഹൈഡ്രോ പ്രോജക്ട് ഏറ്റെടുത്തിരുന്നു ഒരു 30 വർഷം മുമ്പ്. 12 മെഗാവാട്ടാണ് അതിന്റെ ശേഷി. അപ്പൊ അതിന്റെ BOT കാലാവധി 2024 ഡിസംബർ 31 അവസാനിച്ചു. അപ്പൊ ഇത് വലിയ വിഷയമായിട്ട് കോൺഗ്രസ് പൊക്കിക്കൊണ്ടുവന്ന ഒരു വിഷയമാണ്. അപ്പം കഴിഞ്ഞ ഒരു വർഷം അവരിങ്ങനെ വെറുതെ നീട്ടിക്കൊടുക്കുമായിരുന്നു. അതായത് 12 മെഗാവാട്ട് എല്ലാ തവണയും ഈ ഡെയിലി അവർ ഉത്പാദിപ്പിച്ച് KSEBക്ക് തന്നെ മറച്ചു വിട്ടുകൊണ്ടിരിക്കും. ഇപ്പം കഴിഞ്ഞ ഏപ്രിൽ 29 പുതിയ സർക്കാരിന്റെ കാലാവധി കഴിയുകയും പഴയ സർക്കാരിന്റെ കാലാവധി കഴിയുകയും എന്നാൽ പുതിയ സർക്കാർ ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഒരു ടേക്ക് ഓവറിനായിട്ട് അവർ ശ്രമിച്ചു. അവിടെ പോയി ഒരു ബോർഡൊക്കെ ഒട്ടിച്ചു. ഈ നിമിഷം വരെ ഇപ്പൊ കേരളം അതിരൂക്ഷമായ വൈദ്യുതക്ഷാമത്തിലൂടെ കടന്നു പോവുകയാണ്. ഈ രൂക്ഷമായ വൈദ്യുതക്ഷാമത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ പ്രൈവറ്റ് പാർട്ടിയുടെ കയ്യിൽ നിന്നും ഇത് ടേക്ക് ഓവർ ചെയ്യാൻ
KSEBക്ക് ടേക്ക് ഓവർ ചെയ്ത് ഈ 12 മെഗാവാട്ട് KSEBക്ക് ഉൽപ്പാദിപ്പിക്കാൻ എന്ത് നടപടിയാണ് പുതിയ സർക്കാർ ചെയ്തത്? ഞാൻ പറഞ്ഞത് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വലിയൊരു വിഷയമായി കൊണ്ടുവരികയും ഭരണപക്ഷത്തിരുന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് 2 മാസമായി കേരളത്തിലെ ഇത്രയും വലിയ വൈദ്യുത ക്ഷാമമാണെന്ന് KPCC പ്രസിഡന്റ് കൂടിയായ ശ്രീ സണ്ണി ജോസഫിനോട് ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. 12 മെഗാവാട്ട് ഇപ്പോഴും ഒരു പ്രൈവറ്റ് പ്ലെയർ ഉൽപ്പാദിപ്പിച്ച് ഒരു പ്രൈവറ്റ് അതെ ഒരു പ്രൈവറ്റ് പ്ലെയർ ഉൽപ്പാദനം, അതായത് കേരള സംസ്ഥാനത്തെ ഒരു സ്ഥലത്ത് നിന്ന് ഒരു പ്രൈവറ്റ് പ്ലെയർ കാലാവധി കഴിഞ്ഞ ഒരു പ്രോജക്റ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് KSEBക്ക് വിറ്റ് പൈസ ഉണ്ടാക്കുകയാണ്. ഇത് രമേശ് ചെന്നിത്തലയാണ് ഈ വിഷയം പ്രതിപക്ഷത്തിൽ ഉയർത്തിക്കൊണ്ടുവന്നത്. രമേശ് ചെന്നിത്തലയുടെ ഒരു ഒറ്റയാൾ പോരാട്ടം കൂടിയായിരുന്നു. ദിവസേന വാർത്താ സമ്മേളനം നടത്തുന്നുണ്ടായിരുന്നു അദ്ദേഹം. ഇപ്പോൾ അദ്ദേഹം മറന്നുപോയെന്ന് തോന്നുന്നു. അതെ അതെ എല്ലാവരും മറന്നുപോയി. അപ്പൊ ഞാൻ പറഞ്ഞത്, നിങ്ങൾ പ്രതിപക്ഷത്തിരിക്കുമ്പോൾ കുറെ കാര്യങ്ങൾ ഉന്നയിക്കുകയും ഭരണപക്ഷത്തിരിക്കുമ്പോൾ തിരിച്ചു വന്നിട്ട് അവരെ എല്ലാം സംരക്ഷിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 5 വർഷമേ കിട്ടത്തുള്ളൂ. ശരി, ഓർത്തിരിക്കുമല്ലോ. ശ്രീ എൻ ശ്രീകുമാർ, ഇതിപ്പോൾ തുടർച്ചയായിട്ട് വരികയാണ് കേട്ടോ. ഈ പ്രതിപക്ഷത്തിരുന്നപ്പോൾ വലിയ ശബ്ദമായിരുന്നു, ഭരണത്തിലെത്തിയപ്പോൾ അതേ കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ താങ്കൾ പറയുന്ന ന്യായം പാർട്ടിക്കൊരു നിലപാടുണ്ട്, പക്ഷെ സർക്കാരാകുമ്പോൾ അതിൽ സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണല്ലോ, അല്ലേ? ഈ എല്ലാ വിഷയങ്ങളിലും അങ്ങനെയായിരിക്കുമല്ലോ. അല്ല, ഞാൻ സാങ്കേതികമായ പ്രശ്നം എന്നല്ല പറഞ്ഞത്, നിയമപരമായ പ്രശ്നം എന്നാണ്. അതായത് രാഷ്ട്രീയമായും നിയമപരമായിട്ടും നയപരമായിട്ടുള്ള 3 കാര്യങ്ങളാണല്ലോ ഗവൺമെന്റും പാർട്ടിയും തമ്മിലുള്ളത്. അപ്പൊ അതുകൊണ്ട് പാർട്ടിയുടെ കാഴ്ചപ്പാടും ഗവൺമെന്റിന്റെ കാഴ്ചപ്പാടുമാണ് ഞാൻ വിശദീകരിച്ചത്. ഇവിടെ ശ്രീ MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമില്ല. സസ്പെൻഷൻ ഇപ്പൊ ആർക്കും ഒരു വില കൊടുക്കുന്നില്ല. ഒരാളെ സസ്പെൻഡ് ചെയ്തതിന്റെ അർത്ഥം അങ്ങനെ രക്ഷിക്കുക എന്നുള്ളതാണ്. മറിച്ച് ഇപ്പൊ അദ്ദേഹം 10 വർഷം പോലീസിലെ സർവ്വവ്യാപിയായിരുന്ന ഒരാൾ ഇപ്പൊ പോലീസ് സംവിധാനത്തിനില്ല. അദ്ദേഹം എക്സൈസ് വകുപ്പിലാണ് ഉള്ളത്. ആ എക്സൈസ് വകുപ്പിൽ നിന്നും അദ്ദേഹത്തെ വേണമെങ്കിൽ മാറ്റാമായിരുന്നു എന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അപ്പൊ സസ്പെൻഷൻ ഇല്ല. ഞങ്ങളൊന്നും കോൺഗ്രസുമായി ബന്ധപ്പെട്ടവരൊന്നും ഈ സസ്പെൻഷനിൽ നിന്നും വലിയ കാര്യം കാണുന്നില്ല. അതൊരു രക്ഷാപ്രവർത്തനമായിട്ട് കാണുന്നുള്ളൂ. മറ്റൊന്നെന്താ വെച്ചാൽ ഇതിൽ അനുകമ്പയുടെ വിഷയമൊന്നും കാണുന്നില്ല. കാരണം ഇത് നിയമപരമായ ചില കാര്യങ്ങളുണ്ടെങ്കിൽ ആ നിയമപരമായ തടസ്സങ്ങൾ നീക്കി കഴിഞ്ഞാൽ നോക്കൂ, ശ്രീ മഞ്ജുഷ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു പ്രതിപക്ഷത്തിരിക്കുമ്പോൾ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ പിന്നീട് അധികാരത്തിൽ വരുമ്പോൾ സംരക്ഷിക്കുന്നില്ലിപ്പം. സംരക്ഷിക്കാനുള്ള ആ വഴിയാണ് ഇപ്പം നടക്കുന്നതെന്ന് നിങ്ങൾ ആരോപിക്കുന്നത്. പക്ഷേ കോൺഗ്രസ് പ്രവർത്തകർ അത് അങ്ങനെ കാണുന്നില്ല. അവരൊരു തിരക്ക് കാണുന്നില്ല എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അത് VD സതീശൻ ഈ മാസം 31-ാം തീയതി അദ്ദേഹത്തിന് DGP ആയിട്ട് പ്രൊമോഷൻ കിട്ടുന്നതെ കാത്തിരിക്കുകയാണെങ്കിൽ അതും ഈ സർക്കാരിന്റെ കാണുന്ന ഒരു ന്യൂനതയായിട്ട് തന്നെ കോൺഗ്രസ് കാണും, സംശയം വേണ്ട. പക്ഷെ DGP ആക്കിയാൽ തന്നെ അദ്ദേഹത്തെ അപ്രധാനമായ വകുപ്പിലേക്ക് ചെറുതാക്കിയാൽ അത് തന്നെ കടുത്ത ശിക്ഷയാണ്. 10 വർഷം എന്താ പറഞ്ഞ ഒരു മഹാരാജാവിനെ പോലെ പോലീസിൽ വിരാജിച്ച ഒരാളാണ് DGP ഉള്ളപ്പോൾ തന്നെ. അപ്പൊ അതൊക്കെയാണ് എന്റെ വിഷയം. ഇതില് വേറെ കാരണം എന്താ വെച്ചാൽ ഇതില് പ്രതിപക്ഷത്തിരിക്കുന്നവര് ഭരണപക്ഷത്ത് എത്തുമ്പോൾ ഇരുന്നപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അതേപോലെ നടപ്പാക്കണമെന്നില്ല. കാരണം അതൊരു അടവ് നയം കൂടിയുണ്ട്. അത് LDFന്റെ കാലത്ത് തന്നെ നമുക്ക് എടുക്കാമല്ലോ. വളരെ പ്രധാനപ്പെട്ട 2 കാര്യം തന്നെ ഉണ്ടല്ലോ നമ്മുടെ. അങ്ങനെയാണെങ്കിൽ 5 വർഷമേ കിട്ടുള്ളൂ. അത് നേരത്തെ ശ്രീ സിബി പറഞ്ഞ പോലെ 5 വർഷം കിട്ടുള്ളൂ. അതെ 5 വർഷമാണ് വേണ്ടത്. 5 വർഷം മതി. കാരണം തുടർ പാർട്ടിയാ കോൺഗ്രസ്. അല്ല, തുടർഭരണം ആപത്താണെന്ന് പറഞ്ഞിട്ട് ഇത്തവണ വോട്ട് പിടിച്ചതല്ലേ കോൺഗ്രസ്. അപ്പൊ തുടർഭരണം എന്ന് പറയുമ്പോൾ എന്താണ്? നല്ല തുടർഭരണമാണെങ്കിലേ വോട്ട് ചെയ്യാവൂ. ചീത്ത തുടർഭരണമാണെങ്കിൽ ആർക്കും ആവശ്യമില്ല. അപ്പൊ 5 വർഷം UDF ഭരിച്ചിട്ട് കൊള്ളില്ലെങ്കിൽ മാറ്റണം. എന്താ സംശയം? അല്ലാണ്ട് ഞങ്ങളാണ് ഈ ഭരിച്ച് മുന്നോട്ട് പോകാന്നുള്ള ആഗ്രഹം കോൺഗ്രസിന് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. മറിച്ച് നല്ല ഭരണമാണെങ്കിൽ ആരും പറയണ്ട, ജനങ്ങൾ ജയിപ്പിച്ചോളും. ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കൂ, ഇന്നത്തെ സുപ്രധാനമായ ഒരു UDFന്റെ ഒരു അലങ്കാരമായിട്ട് കാണുന്നത് KSRTCയിലെ സ്ത്രീകളുടെ സൗജന്യ യാത്രയ്ക്ക് 1 മാസം തികഞ്ഞു. ഇന്നും ചില ദോഷേക ദൃക്കുകൾ പറഞ്ഞ KSRTC നഷ്ടത്തിലായിരുന്ന. അപ്പൊ എന്നാ ഈ ഒരുപാട് സ്ത്രീകളുടെ യാത്രയെ കുറിച്ചല്ല പറയുന്നത്. KSRTC നഷ്ടത്തിലായി. KSRTC എന്ത് ലാഭത്തിലായിരുന്നു കഴിഞ്ഞ വർഷങ്ങളായിട്ട്. അപ്പൊ ഇത് നമ്മളെ സംബന്ധിച്ചോളം നെഗറ്റീവ് കാഴ്ചപ്പാട് നമുക്ക് കൂടുതലാണ്. ചാനൽ ആക്ടിവിസത്തിന്റെ കാലത്ത് നമ്മളെല്ലാവരും പ്രതിപക്ഷ മനോഭാവത്തോടെ ഏത് വിഷയവും കാണുള്ളൂ. അതെല്ലാവർക്കും ഉണ്ട്. ഞാനിപ്പോ അതൊക്കെ നടത്തി വന്ന ഒരാളാണല്ലോ, സംശയമൊന്നുമില്ലാത്ത കാര്യമാണ്. പക്ഷേ നമ്മള് ചില കാര്യങ്ങളിൽ യാഥാർത്ഥ്യബോധത്തോടെ കാണുമ്പോൾ 2 കാഴ്ചപ്പാടുണ്ട്. ആ കോൺഗ്രസിന്റെ കാഴ്ചപ്പാടിന് അനുകൂലമായിട്ട് അവർ ഭരിക്കുമ്പോൾ അവരുടെ നിലപാട് മാറ്റിയിട്ട് കോൺഗ്രസിന്റെ വിരുദ്ധ കാഴ്ചപ്പാടിന് നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് കോൺഗ്രസിലെ എതിർപ്പ് നേരിടേണ്ടി വരുന്നു. മാത്രമല്ല ജനങ്ങൾ വിശ്വസിക്കില്ല. അതാണ് CPMന് സംഭവിച്ചത്. ചർച്ച ചെയ്യാൻ കാരണം എന്ന് പറയുന്നത് പ്രതിപക്ഷത്തിരുന്നപ്പോൾ ഈ MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്ന് ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് UDF ആണ് കേട്ടോ. അതുകൊണ്ടാണ് അവിടെ BJP പോലും ആവശ്യം ഉന്നയിച്ചിരുന്നില്ല. ആവർത്തിച്ച് ആവശ്യപ്പെടുകയായിരുന്നു. അത് ഒരു വിഷയത്തിലല്ല, പല വിഷയങ്ങളിൽ. പിന്നെ റിപ്പോർട്ട് അനുകൂലമാക്കിക്കൊണ്ട് സർക്കാർ സംരക്ഷിച്ചു, പിണറായി സർക്കാർ സംരക്ഷിച്ചു എന്നുള്ള കാര്യം ഉന്നയിച്ചതും
UDF ആയിരുന്നു. ഇപ്പോൾ അതേ ട്രാക്കിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിമർശനം വരും. അല്ല മഞ്ജുഷ, അതല്ല. അതായത് UDF പ്രതിപക്ഷത്തിരിക്കുമ്പോ പറഞ്ഞത് വളരെ ശരിയാണ്. കാരണം എന്താണ്, MR അജിത്കുമാറിനെ സസ്പെൻഡ് ചെയ്യണമെന്നല്ല UDF പറഞ്ഞത്. MR അജിത്കുമാറിനെ നടപടിയെടുക്കണം, സ്ഥാനത്ത് നിന്ന് മാറ്റണം എന്നാ പറഞ്ഞത്. കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന് പൂരം കലക്കലിന്റെ വിഷയം, രണ്ടാമത്തെ കാര്യം അല്ല ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ. അതായത് ഒന്ന് മറ്റേ സസ്പെൻഷനും സ്ഥാനത്ത് നിൽക്കലും രണ്ടും രണ്ടല്ലേ. ഒരാളെ ഇപ്പൊ സസ്പെൻഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ ശിക്ഷാ നടപടിയൊന്നും അല്ലല്ലോ. സസ്പെൻഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ സുഖമാണ്. അങ്ങനെയൊന്നുമല്ല സാർ. നിങ്ങളുടെ ആവേശം എനിക്കില്ല, ശ്രീ സത്യന്റെ ആവേശം എനിക്കില്ല. അത് ആദ്യം മനസ്സിലാക്കി. അതെ, കോൺഗ്രസുകാർക്ക് ആവേശം തണുത്തു ഇക്കാര്യത്തിലൊക്കെ. കോൺഗ്രസുകാർക്ക് ഭരണത്തിലെത്തിയപ്പോൾ പ്രതിപക്ഷത്തുണ്ടായിരുന്ന ആവേശമൊക്കെ തണുത്തു. ഇപ്പോൾ ഒരു മിനിറ്റ് മഞ്ജുഷ പറയട്ടെ. എന്റെ ഒരു മൃദു സമീപനം നിങ്ങൾക്ക് ഉണ്ടാവണമെന്നില്ല, നിങ്ങളുടെ ഒരു ആവേശം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ വളരെ കൃത്യതയോടെ പറയണം, 2 യൂത്ത് കോൺഗ്രസുകാരുടെ തലതെല്ലിപ്പൊളിച്ച കേസുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരെ ആ രീതിയിൽ ഗവൺമെന്റ് കാണുമെന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതീക്ഷ, കോൺഗ്രസിന്റെ പ്രതീക്ഷ, വോട്ട് ചെയ്ത ജനങ്ങളുടെ പ്രതീക്ഷ. അതിന് വിരുദ്ധമായിട്ട് നീങ്ങാൻ അവർക്ക് പറ്റില്ല. പക്ഷെ നമ്മൾ തീരുമാനിക്കുന്ന ദിവസം, നമ്മൾ ആലോചിക്കുന്ന ദിവസം കാര്യങ്ങൾ നടക്കണമെന്ന് പറഞ്ഞാൽ അത് നടക്കില്ലെന്നാണ് VD സതീശൻ ഇന്ന് അല്പം ധാർഷ്ട്യത്തോടെയാണെങ്കിലും പറഞ്ഞത് എന്ന് ഞാനിവിടെ വ്യക്തമാക്കുകയാണ്. ആവേശം മുന്നിട്ട് കാര്യമില്ല. ആവേശ കമ്മിറ്റിക്കാർക്ക് നാളെ KSUക്കാരും ആവേശം കാണിച്ചിട്ട് കാര്യമില്ല എന്ന് കൂടി ഉണ്ടല്ലോ അല്ലെ. KSUക്കാർ ഈ GP നിയമനത്തിലൊന്നും അഭിപ്രായം പറയേണ്ട എന്നുള്ള കാര്യം കൂടി അവിടെ ഉണ്ടല്ലോ അല്ലെ. കാരണം ഈ SFIക്കാരനെയും അതുപോലെ സംഘപരിവാറുകാരനെയും GP ആക്കിയതിൽ അല്ലെ. തീർച്ചയായിട്ടും KSUക്കാർക്ക് അഭിപ്രായം വേണ്ട യാതൊരു കാര്യമില്ല. ഒരു ഭരണ അധികാരത്തെ കേൾക്കുമ്പം എല്ലാ പോഷക സംഘടനകളല്ല അഭിപ്രായം പറയേണ്ടത്. ഒരു DGP ആണെങ്കിലും, DGP വെച്ചാൽ നമ്മുടെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ കാര്യത്തിലാണെങ്കിലും, AGയുടെ കാര്യത്തിലാണെങ്കിലും, ലീഡർമാരുടെ കാര്യത്തിലാണെങ്കിലും ശരി, അത് പാർട്ടിയും UDF തീരുമാനിക്കും. അതിൽ KSU യൂത്ത് കോൺഗ്രസിന് അഭിപ്രായം പറയേണ്ട കാര്യമൊന്നുമില്ല. അവർക്ക് അവരുടെ KSU ആദ്യം അവരുടെ സർവകലാശാലകളിൽ ജയിക്കട്ടെ, സർവകലാശാലകളിൽ പിടിച്ചെടുക്കട്ടെ, എന്നിട്ട് മതി ഭരണത്തിൽ ഇടപെടുന്നത്. ഭരണത്തിൽ ഇടപെടാൻ അനുവദിക്കുന്നവരെ കേൾക്കണ്ട കേട്ടോ ശ്രീമത് സാർ പറഞ്ഞു. ശരി, ഞാൻ KSUയോട് വളർന്ന ആളാണ്. ഞാൻ KSUയോട് വളർന്ന ആളാണ്. VD സതീശനും അതെ. പക്ഷെ ഇപ്പോൾ KSUവിനെ പുച്ഛമാണ് VD സതീശന്. ശരി സിബി, പുച്ഛമല്ല. പിന്നെ ഇന്നത്തെ അദ്ദേഹത്തിന്റെ വാക്കുകൾ എന്തായിരുന്നു ശ്രീ N ശ്രീകുമാർ? അദ്ദേഹം പറയാൻ കൊള്ളാവുന്ന രീതിയിലാണോ? അദ്ദേഹത്തിന്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെയായിരുന്നു KSUവിനെ പറഞ്ഞപ്പോൾ? ശരി സിബി, ചോദ്യങ്ങളോടുള്ള പ്രതികരണം. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ധാർഷ്ട്യം കൊള്ളുന്നത്? എന്തിനാണ് അദ്ദേഹം ചോദ്യങ്ങൾ വരുമ്പോൾ ഈ രീതിയിൽ പ്രതികരിക്കുന്നത്? അദ്ദേഹം പെട്ടെന്ന് അദ്ദേഹത്തിന്റെ മുഖഭാവം മാറുകയാണല്ലോ. പിണറായി വിജയനെ നമ്മൾ പറഞ്ഞ ഇതേ രീതിയിൽ തന്നെയായിരുന്നു ശ്രീ N ശ്രീകുമാർ. അതേ രീതിയിൽ തന്നെയാണ് ഇന്ന് ചോദ്യങ്ങളെ VD സതീശൻ നേരിട്ടതും. KSUക്കാർ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അതിനെക്കുറിച്ച്. പ്രതികരിച്ചോട്ടെ, KSUക്കാർക്ക് പ്രതികരിക്കണം. കാരണം KSUക്കാർ ഭരണത്തിന്റെ ഭാഗമല്ല. KSUക്കാർ ഭരണം നോക്കാതെ സമരം ചെയ്ത പാരമ്പര്യമാണ്. അവ ഭരിക്കുന്നവരെ കുറ്റം പറയണം, ഭരിക്കുന്നവരെ എതിർക്കണം. VD സതീശന്റെ തെറ്റായ നിലപാടുകളെ എതിർക്കാനുള്ള ചങ്കൂറ്റം KSU കാണിക്കണം. പക്ഷെ ഞങ്ങൾ വെക്കുന്ന ആളെ ഇന്ന ആൾക്കാരെ വെക്കണം നമുക്ക് പറയാൻ അധികാരമില്ല. രണ്ടാമത്തെ കാര്യം എന്താ അറിയോ? മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പത്രസമ്മേളനം 2 മാസത്തിലോ 6 മാസത്തിലോ ഒരിക്കലായിരുന്നു. ഇത് എല്ലാ ബുധനാഴ്ചയും കാണാം, എല്ലാത്തിനും ഉത്തരം പറയും. പക്ഷെ ചോദ്യങ്ങൾ അരോചകമാകുമ്പോൾ പ്രതികരണം രൂക്ഷമായിരിക്കും. സംശയമില്ലാത്ത കാര്യമാണ്. ബോഡി ലാംഗ്വേജ് മാറും. ശരി തീർച്ചയായിട്ടും മാറും. അല്ല, ഇതിനകത്ത് നമ്മൾ VD സതീശൻ പ്രതിപക്ഷ നേതാവായിട്ടിരിക്കെ അദ്ദേഹത്തിനെ ജനങ്ങൾ വലിയ പ്രതീക്ഷ അർപ്പിച്ചതും അദ്ദേഹത്തിനെ വളരെ താല്പര്യത്തോടെ ജനങ്ങൾ നോക്കിയതും ഒരുപക്ഷെ ഒരു മുഖ്യമന്ത്രി സ്ഥാനത്ത് വേണ്ടിയിട്ട് ഇത്രയും പൊതുജനങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തിറങ്ങി അഭിപ്രായം രേഖപ്പെടുത്തിയതുമൊക്കെ ഒരു മുഖ്യമന്ത്രി ശ്രീ VD സതീശനാണ്. അപ്പൊ അദ്ദേഹം ഒരു പത്രസമ്മേളനം നടത്തുമ്പോഴും അദ്ദേഹം ഒരു ചോദ്യത്തെ കൈകാര്യം ചെയ്യുമ്പോഴും ഇത്രയേറെ അസ്വസ്ഥനാവേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ പത്രപ്രവർത്തകർ, നമ്മളെല്ലാം പത്രപ്രവർത്തകരാണല്ലോ, പത്രപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്നത് നമ്മുടെ പ്രത്യേകിച്ച് വീട്ടിലേക്കൊന്നും കൊണ്ടുപോകാനല്ലോ. അത് ജനങ്ങൾ ചോദിക്കേണ്ട ചോദ്യം, ജനങ്ങൾ അറിയേണ്ട ഒരു കാര്യം, ജനങ്ങളുടെ അറിവിലേക്ക് മനസ്സിലാക്കാനാണല്ലോ നമ്മൾ ചോദ്യം ചോദിക്കുന്നത്. അപ്പൊ ആ ചോദ്യത്തിന് മുന്നോട്ട് ഇത്രയും അസ്വസ്ഥരാവുകയും ഇത്രയും ഇത് ചെയ്യുകയും ചെയ്യേണ്ട കാര്യമൊന്നും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഒരു ജനകീയ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം ജനങ്ങളുടെ സെലക്ഷനായിട്ട് വന്ന ഒരാളാണ്. അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ വൻതോതിൽ ജനങ്ങൾ മുന്നോട്ട് വന്നതിന്റെ ഫലമായിട്ട് അദ്ദേഹം ഒരു സംഭവമായ മനുഷ്യനാണ്. ഹൈക്കമാൻഡിന് അവരുടെ തീരുമാനം, അവരുടെ ഏറ്റവും കൂടുതൽ MLA-മാര് തെരഞ്ഞെടുത്ത നേതാവിനെ മാറ്റി ഇദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനമെടുക്കേണ്ടി വന്ന അവസ്ഥയിലുള്ള ഒരാളാണ്. അപ്പൊ അദ്ദേഹം ഇതുപോലൊരു സന്ദർഭത്തിൽ പ്രതികരിക്കുമ്പോൾ കുറെ കൂടെ പാകതയുള്ള സമീപനം, കുറെ കൂടെ ജനകീയമായ സമീപനം ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതൊരു തെറ്റൊന്നുമല്ല. അപ്പൊ അതങ്ങനെയല്ല, ഞങ്ങൾ ഇങ്ങനെ പ്രതികരിക്കൂ എന്ന് പറയുന്നതിനകത്ത് വലിയൊരു ശരീരഭാഷയെക്കുറിച്ച് പറഞ്ഞ ആൾ തന്നെ ഇപ്പോൾ സ്വന്തം ശരീരഭാഷ നന്നാക്കേണ്ടി വരുന്നു. പക്ഷെ N ശ്രീകുമാർ പറയുന്നത് അങ്ങനെ മാറുമെന്നാണ്. ശരി ശ്രീമത് സർ. അതായത് നമുക്ക് മഞ്ജുഷ ശ്രീ സത്യം പറയുന്ന മറുപടി എന്താ അറിയോ? മുഖ്യമന്ത്രിയോടെ, അതായത്
ഈ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനങ്ങളിലെ CPM-നോട് താല്പര്യമുള്ള 2-3 ലേഖകരെ നിരന്തരം തടസ്സപ്പെടുത്തുന്ന ചോദ്യങ്ങൾ ചോദിക്കുന്നതിനോടാണ് രൂക്ഷമായ പ്രതികരണം. അത് ആദ്യം മനസ്സിലാക്കുക. അല്ലാണ്ട് പത്രലേഖകർ ചോദിക്കുന്നതിന് വേണ്ടിയല്ല. മറ്റേ മുൻപ് ഭരിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ ചോദ്യം ചോദിക്കാൻ അവകാശം ഇല്ലാതിരുന്ന് പ്രതികരിച്ച പത്രലേഖകനെ ഓർമ്മയുണ്ടോ? ചാനൽ ലേഖകനെ ഓർമ്മയുണ്ടല്ലോ. അയാൾ നേരിടേണ്ടി വന്ന സൈബർ ആക്രമണം ഓർമ്മയുണ്ടല്ലോ. പിന്നെ VD സതീശന്റെ ഇപ്പോഴത്തെ ഈ നിലപാടും ഈ ശരീരഭാഷയും ഇപ്പോഴും ജനങ്ങൾ അംഗീകരിക്കുന്നുണ്ട്. അത് ആദ്യം മനസ്സിലാക്കണം. ആ ശരീരഭാഷ ജനങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞു. ശ്രീ സത്യൻ, നിങ്ങൾക്കത് മനസ്സിലാവാഞ്ഞിട്ടാ. ശരി ശ്രീ, കാരണം നിങ്ങളത് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ശ്രീ ജോർജ് ജോസഫ്, ഇപ്പോൾ ഈ പ്രതീക്ഷ ഇനി വെച്ച് പുലർത്തുന്നോ എം.ആർ. അജിത് കുമാറിനെതിരെ നടപടി ഉണ്ടാകുമെന്ന്? താങ്കൾ ആ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടോ ഇപ്പോൾ? ഇല്ല, ആ റിപ്പോർട്ട് അതിനകത്ത് മെറ്റീരിയൽ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് എം.ആർ. അജിത് കുമാറിനെതിരായിട്ട് നടപടിയെടുക്കുന്നത്? എം.ആർ. അജിത് കുമാറിനെ ഒരു പ്രൊമോഷൻ കൊടുത്തിട്ട് ഏതെങ്കിലും ഷെഡിൽ കൊണ്ടിരുത്തിയാലും അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിനും TA-ക്കും 5 പൈസയുടെ കുറവ് വരാൻ പോകുന്നില്ല. അദ്ദേഹത്തിനെ സസ്പെൻഡ് ചെയ്യുക 1/3 പ്രതിമാസം അദ്ദേഹത്തിന് കിട്ടിക്കൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഈ റിപ്പോർട്ട് ഇത് ഫോൾസായിട്ട് ആരാണ് എഴുതി കൊടുക്കുന്നത്, വസ്തുതകൾക്ക് വിരുദ്ധമായി എഴുതി കൊടുത്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആ ഉദ്യോഗസ്ഥനെ കൂടെ പ്രതിയാക്കേണ്ടി വരും മുന്നോട്ട്. അത് യൂത്ത് കോൺഗ്രസ്സുകാർ അതാണ് ചെയ്യേണ്ടത്. കാരണം വിചാരിക്കുന്ന പോലെ അല്ല ഇവിടുന്ന് റിപ്പോർട്ട് DGPയുടെ മുമ്പിൽ ചെന്നതെന്നാണ് ഇപ്പം. DGP അതിനകത്ത് കുറച്ചുകൂടെ വ്യക്തത വേണം, അത് താഴോട്ട് കൊടുക്കും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രൊമോഷൻ തടയാൻ പറ്റില്ല. അദ്ദേഹത്തിന് 20-ാം തീയതി, എനിക്ക് തോന്നുന്നു 20-ാം തീയതി സ്ക്രീനിങ് കമ്മിറ്റി കൂടി അദ്ദേഹത്തെ പ്രൊമോഷൻ റെക്കമെൻഡ് ചെയ്യും. 1-ാം തീയതി അത് DGP ആവുകയും ചെയ്യും. DGP ആയ ശേഷം അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷൻ മോശമാണെങ്കിൽ അദ്ദേഹം രാജിവെച്ച് അങ്ങ് ചിലപ്പം പോയെന്നും വരാം. കാരണം അദ്ദേഹത്തിന് അറിയാം ഈ ഗവൺമെൻറ്റിൽ നിന്ന് അദ്ദേഹത്തിന് നീതിയൊന്നും കിട്ടത്തില്ല, അദ്ദേഹം ഉദ്ദേശിക്കുന്ന കാര്യം നടക്കത്തില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം രാജിവെച്ച് പോകണം. പക്ഷേ DGP ആയിട്ട് മാത്രമേ ഇനി അതിന് മുകളിലോട്ട് വേറെ സ്ഥാനമില്ല. അപ്പോൾ ADGP ആയ അദ്ദേഹത്തിന് DGP ആയിട്ട് പ്രൊമോഷൻ കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം മിടുക്കനാണെങ്കിൽ അങ്ങ് രാജിവെച്ച് പോകുന്നതാണ്. കാരണം ഇപ്പോഴത്തെ ഇതുവരെയുള്ള അദ്ദേഹത്തെ സംരക്ഷിക്കാൻ ആളുകൾ ഉള്ളപ്പോൾ അദ്ദേഹം എന്തിനു രാജിവെച്ച് പോകണം? ശ്രീ ജോർജ് ജോസഫ്, ഏത് സർക്കാരിലും സ്വാധീനമുള്ള ചില ഉദ്യോഗസ്ഥരുണ്ടാകും. അതിലൊരാളാണ് ശ്രീ എം.ആർ. അജിത് കുമാർ. ഈ പറയുന്ന പ്രതിപക്ഷത്തിരിക്കുന്നപ്പോൾ ഇങ്ങനെയൊക്കെ പറയുമെങ്കിലും പലതരത്തിലുള്ള ഡീലിംഗ്സ് ഇക്കാര്യത്തിലുണ്ട്. നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: എം.ആർ. അജിത് കുമാറിനെ സർക്കാർ സംരക്ഷിക്കുന്നുണ്ടോ? ഉണ്ടെന്ന് 64% പ്രേക്ഷകർ, ഇല്ല എന്ന് 33%. വേണ്ടിവരെ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.